അപ്പോൾ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സ്പിരിച്വൽ കോഷ്യൻ്റ് അബൌട്ട് ദ വെൽത്ത്, സമ്പത്തിനെ പറ്റിയിട്ടും പണത്തെ പറ്റിയിട്ടും അതിൻ്റെ ഒരു ആത്മീയ തലമുണ്ട്. സമ്പത്തിന് ആത്മീയത ഉണ്ടോ എന്ന് ചോദിച്ചാൽ പലരും ആത്മീയതയിൽ നിന്നും അകറ്റി നിർത്തുന്ന ഒരു സാധനമാണ് സമ്പത്ത്. അതാണ് ഏറ്റവും വലിയ ക്രൂരത എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് വാസ്തവം. നമുക്കിന്ന് അതിൻ്റെ ഒരു ആത്മീയ തലം, സ്പിരിച്വാലിറ്റി ആൻഡ് സ്പിരിച്വൽ കോഷ്യൻ്റ് റിഗാർഡിങ് ദ മണി ആൻഡ് വെൽത്ത് ഡിസ്കസ് ചെയ്യാം. അതും അത്യാവശ്യമായിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. അപ്പോൾ പല ആൾക്കാരിലും കണ്ടിട്ടുള്ളൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണത്തെ നേരിട്ടിട്ട് അംഗീകരിക്കില്ല, പക്ഷേ ഇൻഡയറക്റ്റ്ലി നമ്മൾ പണത്തെ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഉദാഹരണത്തിന് പറഞ്ഞാൽ, പണം അത്ര നല്ലതല്ല, പക്ഷെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അതൊരു പാരൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പം നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ ഇന്നത്തെ കാലത്ത് അത്യാവശ്യം പണം വേണം. അങ്ങനെ നോക്കുമ്പം പണത്തെ സ്വീകരിക്കും. നേരിട്ട് പണം എന്ന് പറഞ്ഞാൽ വേണ്ട. അതുപോലെ തന്നെ മക്കളുടെ വിവാഹം, മറ്റുള്ള വിഷയങ്ങളൊക്കെ വലിയ ആർഭാടം ഒന്നല്ലെങ്കിൽ കൂടി കുഴപ്പമില്ലാത്ത രീതിയിൽ അത് ആളുകളൊക്കെ വിളിച്ചിട്ട് സൽക്കരിച്ച് നല്ല ഭക്ഷണം കൊടുക്കുക, സന്തോഷത്തിലാക്കുക എന്നുള്ളത് ആവശ്യമാണ്. അവിടെ പണം വേണം, അത് ഓക്കെയാണ്. അപ്പോൾ വിവാഹത്തിന് പണം ഓക്കെയാണ്, അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് പണം ഓക്കെയാണ്. ആത്മീയപരമായിട്ടുള്ള യാത്രകൾക്കും മറ്റ് വിഷയങ്ങൾക്കും ഇപ്പം എന്താ പറയുക, ഈ ഹജ്ജിന് പോകാനോ ഉംറ പോകാനോ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പണം ആവശ്യമാണ്. അങ്ങനെ ആവശ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ആവശ്യങ്ങൾ നമുക്കുണ്ട്, പക്ഷേ അതിലേക്ക് അത്യാവശ്യമായിട്ടുള്ള പണം അത് നമുക്ക് വേണ്ട എന്ന ഡയറക്റ്റ് വെക്കാറുണ്ട്. നമ്മൾ ഈ ലോകത്തിലുള്ള എല്ലാ വെൽത്ത് മെൻറ്റേഴ്സും ഈ ഏറ്റവും അറിയപ്പെട്ട ലോകത്തിലെ വെൽത്ത് മെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ സ്പിരിച്വൽ മാസ്റ്റേഴ്സാണ്. സ്പിരിച്വൽ മാസ്റ്റേഴ്സിൻ്റെ അടുത്തു നിന്നാണ് ഇന്ന് തന്നെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെൽത്ത് മെൻറ്റേഴ്സ് ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഏറ്റവും നന്നായിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠിപ്പിക്കുന്ന, ഈ പറഞ്ഞ പോലെ ഹാർവാർഡിൽ വരെ MBAക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫാക്കൽറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ പോലും പലരും സ്പിരിച്വാലിറ്റിയിൽ നിന്നാണ് പണത്തെ പറ്റി പഠിച്ചിട്ടുള്ളത്. അതിൽ നിന്നാണ് അവർ പല തിയറികളും ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഖുർആനിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്, ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്, വേദിക് ആയിട്ടുള്ള ഗീത ബേസ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇതിലൊക്കെ തന്നെ പണത്തെ പറ്റിയിട്ടും ധാർമ്മികപരമായിട്ട് അത് ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ടും ഹലാലായിട്ട് സമ്പാദിക്കുന്നതിനെ പറ്റിയിട്ടും നീതിമാനായ ഭരണാധികാരിയെ പോലെ തന്നെ സത്യസന്ധനായ കച്ചവടക്കാരന് ദൈവത്തിൻ്റെ സന്നിധിയിൽ കിട്ടുന്ന പ്രാധാന്യത്തെ പറ്റിയിട്ടും ഒക്കെ പറയുന്നിടത്ത് പണം മോക്ഷം കിട്ടാനുള്ള, അതുപോലെ തന്നെ സാൽവേഷൻ കിട്ടാനുള്ള, വിജയം ലഭിക്കാനുള്ള ഒരു വഴി തന്നെയാണ് അത് കൈകാര്യം ചെയ്യേണ്ട ആളുകളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്നുള്ളതാണ്. അപ്പം പലർക്കും പറ്റുന്ന ഒരു വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ട് പണത്തെ വേണമെന്ന് ചിന്തിക്കുന്നുണ്ട്, ഡയറക്റ്റ് ആയിട്ട് പലരും പണത്തിൽ നിന്നും അകന്നു നിൽക്കുന്നു എന്നുള്ള. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൈൻഡിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണോ, മനസ്സ് എങ്ങനെയാണോ പണത്തെ കൺസീവ് ചെയ്തിരിക്കുന്നത്, മനസ്സിനെ എങ്ങനെയാണോ പണത്തെ പഠിപ്പിച്ചിരിക്കുന്നത്, ആ മനസ്സ് പഠിച്ച തലങ്ങളിലാണ് സിയാസ് നേരത്തെ മെൻഷൻ ചെയ്ത ഇമോഷണൽ അല്ലെങ്കിൽ EQ ഓഫ് ദ മണി വരുന്നത്, ഇമോഷണൽ പാർട്ട് ഓഫ് ദ മണി വരുന്നത്. മൈൻഡാണ് ഇമോഷനുമായിട്ട് വർക്ക് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ സോൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ സോളാണ് ഏറ്റവും വലിയ സമ്പന്നൻ, അത് എനർജിയാണ്. മൈൻഡ് വേറെയാണ്, എനർജി വേറെയാണ്. അപ്പോൾ നമ്മൾ പണം എന്നൊരു വിഷയത്തെ എടുക്കുന്ന സമയത്ത് പണം പ്രാക്ടിക്കലി ഇവിടെ ഇന്നത്തെ കാലഘട്ടത്തിൽ പണം സമ്പാദിക്കാനുള്ള, ഉണ്ടാക്കിയെടുക്കാനുള്ള ഇൻ്റലിജൻസ് ബേസ് ചെയ്തിട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. അതിപ്പോൾ ഒരു ജോലി വേണ്ടി വരും, ചിലപ്പം ബേസിക്കലി എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇൻവോൾവ് ആവേണ്ടി വരും. അല്ലാണ്ട് വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് ഞാൻ ആത്മീയതയുള്ള ആളാണ്, എൻ്റെ വീട്ടിലേക്ക് പണം വരട്ടെ എന്ന് പറഞ്ഞാൽ വരില്ല. അപ്പോൾ അതിനൊരു IQ പാർട്ട് ഉണ്ട്. നമുക്ക് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പം പണം ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് കരുതിയിട്ട് ഔട്ട്ഡേറ്റ് ചെയ്ത് പോകുന്ന ചില ഐഡിയകൾ, ഇന്നത്തെ കാലഘട്ടത്തിന് മാച്ച് ചെയ്യാത്ത പണ്ടത്തെ ഏതൊക്കെ ഐഡിയകൾ എടുത്ത് കൊണ്ടുവന്നിട്ട് എൻ്റെ അപ്പൂപ്പന്മാരായിട്ട് ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്, ഞാനും അത് ചെയ്യട്ടെ എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല. അപ്പോൾ അവിടെ നമ്മളെ സാമാന്യ ബുദ്ധി, ഞാൻ ചുരുക്കി പറയുന്നത് സാബു എന്നാണ്, സാബു നമുക്ക് ഉണ്ടാവണം, സാമാന്യ ബുദ്ധി നമുക്ക് ആവശ്യമാണ്. ഇതെല്ലാ മനുഷ്യന്മാർക്കുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ കഴിഞ്ഞാൽ ഇത് മാത്രം പോരാ. ഈ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് പണം വേണം ജീവിക്കാൻ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാൻ തയ്യാറാവുന്നു, എന്തെങ്കിലുമൊക്കെ തേടിപ്പോകാൻ വേണ്ടി തയ്യാറാവുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ഉള്ളവരായിരിക്കും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട പല ആൾക്കാരും, മെജോറിറ്റി ആൾക്കാരും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നവരാണ്. ദാറ്റ് മീൻസ് അതിൻ്റെ ആദ്യ പടിയാകുന്ന പണവുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ, പണം വരാനുള്ള വഴിയിലേക്ക് പലരും ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. പല ആൾക്കാരും അതിലേക്ക് ഇറങ്ങി പോകാറുണ്ട്. പക്ഷേ ഈ IQ ലെവലിനപ്പുറത്തേക്ക് ഈ നമ്മൾ പണത്തിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അത് എത്ര തോതിൽ നമ്മളിലേക്ക് വരണം. ഇപ്പോൾ ഒരു 10 പേര് ദുബായിലേക്കോ അല്ലെങ്കിൽ സൗദിയിലേക്കോ ഒരു ജോലി തേടി പോകുന്നു. ഒരു സാധാരണ ജോലി തേടിയിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. മാസത്തിലൊരു തുച്ഛ വരുമാനം കിട്ടുന്ന, നാട്ടിലൊന്നും ഇല്ലാത്തടത്തുനിന്നും വളരെ കഷ്ടപ്പെട്ടിട്ടൊക്കെ ആണെങ്കിൽ കൂടി ലേബേഴ്സിൻ്റെ കൂട്ടത്തിലൊക്കെ കൂടിയിട്ട് തുച്ഛമായ വരുമാനത്തിന് വേണ്ടി പോവായിരിക്കും. ദാറ്റ് മീൻസ് അവരൊക്കെ ബേസിക് തലത്തിൽ IQ എന്ന് പറഞ്ഞ തലത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പണം കിട്ടാനുള്ള വഴികളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മെജോറിറ്റി ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഈ 10 പേര് പോയതിൽ 1 or 2 ആൾക്കാർക്കും സാധാരണ എല്ലാവർക്കും സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തിനേക്കാളും കൂടുതലായിട്ടുള്ള വരുമാന സ്രോതസ്സിലേക്ക് എത്താൻ പറ്റുന്നത്. അതെന്താണ് വ്യത്യാസം?
അല്ലെങ്കിൽ ഒരു 100 പേര് വിദേശത്തേക്ക് പോകുന്നു, അവർക്ക് എല്ലാവർക്കും മാസത്തിൽ ഒരു 500 റിയാലോ അല്ലെങ്കിൽ 1000 റിയാലോ ഒക്കെ സാലറി ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതിലവർ ജീവിതം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ 600 ദിർഹംസിന് 500 ദിർഹംസിനൊക്കെ ജോലിക്ക് വേണ്ടി ചിലർ പുറത്തു പോകുന്നു. അങ്ങനെ തുടങ്ങിയ ചില ആൾക്കാർ ഇന്ന് നമ്മൾ കേൾക്കുമ്പം അവരിന്ന് വലിയ സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. അവരെ കൂടെ വന്നിട്ടുള്ള മെജോറിറ്റി ആൾക്കാരും ഇപ്പോഴും അതേ സാലറി തന്നെ തുടരുന്നുണ്ടായിരിക്കും. എന്താണ് ഇവർക്ക് ഉണ്ടായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അപ്പം പറയും ഈ വിജയിച്ച ആൾക്കാർ, കുറച്ചുകൂടി അതിസമ്പന്നരായ ആൾക്കാർ ഈ ചെറിയ അവസ്ഥയിൽ പോയിട്ട് വിജയശ്രീ ലാളിതരായി വന്നിട്ടുള്ളവർക്ക് ഭാഗ്യം ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ കടാക്ഷം ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ താൽക്കാലികമായിട്ട് പറയും. അവർ ലക്കി ആയതുകൊണ്ടാണ്, അവരുടെ ഡെസ്റ്റിനി അല്ലെങ്കിൽ അവരുടെ ഫെയ്റ്റ് അങ്ങനെ ആയതുകൊണ്ടാണെന്നൊക്കെ പറയും. ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നമ്മളിതിനെ പ്രാക്ടിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഈ IQ, പണം വരാനുള്ള ഒരു സ്രോതസ്സിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, ചെറിയ ഒരു ഇൻകം എങ്കിലും നമ്മളിലേക്ക് വന്നു തുടങ്ങിയാൽ അതിനർത്ഥം സ്പിരിച്വലി നോക്കുമ്പോൾ, സ്പിരിച്വൽ കോഷ്യൻ്റ് വെച്ച് ആൾക്കും പറയാനുള്ളത്, മണി നിങ്ങളിലേക്ക് വന്നു തുടങ്ങുന്നു. മണി എന്ന അവെയർനെസ്, മണി എന്ന എനർജി നിങ്ങളുടെ പരിസരത്തിലുണ്ട്, നിങ്ങളുടെ കയ്യിലേക്ക് വരാൻ തയ്യാറായിട്ടുണ്ട്. അതൊരു തുള്ളിയായിട്ടാണ് വരുന്നതെങ്കിൽ ആ ഒരു തുള്ളിക്ക് പെരുവെള്ളമാകാം, അതിന് കടലാകാം. ഒരു തുള്ളിയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടോ? അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാന്ന് പറഞ്ഞാൽ. ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി അത് കടലാകണമോ അല്ലെങ്കിൽ അത് പേമാരി പോലെ ആകണമോ എന്ന് തീരുമാനിക്കുന്നത് ഈ വരുന്ന സ്രോതസ്സിനെ നിങ്ങൾ ഇമോഷണലി എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഇമോഷണൽ പാർട്ട്, മൈൻഡിൻ്റെ പാർട്ട് വരുന്നത്. അതുമാത്രം പോരാ, ഈ വരുന്ന തുള്ളിയെ റൂമി പറഞ്ഞതുപോലെ ഒരു തുള്ളിക്കകത്ത് കടലുണ്ട് എന്ന് പറഞ്ഞ പോലെ 10 രൂപ എൻ്റെ കയ്യിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ 10 രൂപയുടെ ഊർജം തന്നെയാണ്, ഈ 10 രൂപ മണിയാണെങ്കിൽ ഇതിനൊരു എനർജി ഉണ്ടെങ്കിൽ 10,000-ഉം 1 കോടിയും 10 ലക്ഷവും 1 ലക്ഷവും ഒക്കെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽപ്പെട്ട എനർജിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ 10 രൂപയും 1 ലക്ഷവും തമ്മിൽ എനർജറ്റിക്കലി ഒരു വ്യത്യാസം ഉണ്ടായിരിക്കില്ല. ഇതാണ് എനർജി ഗെയിം. ഇപ്പോൾ വെൽത്ത്, സ്പിരിച്വൽ വെൽത്ത് മെൻറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പണത്തെ ഒരു പേപ്പറായിട്ടല്ല പഠിപ്പിക്കാറുള്ളത്, ഫിഗറുകളായിട്ടല്ല പഠിപ്പിക്കാറുള്ളത്. അവരെപ്പോഴും പഠിപ്പിക്കാറുള്ളത് മണി ഓർ വെൽത്ത് എന്നത് എന്താണ്, ഒരു എനർജിയാണ്. അവരതിനെ പരിചയപ്പെടുത്തിയിട്ടേ ഉള്ളത് ഒരു ഊർജ്ജമായിട്ടാണ്. അപ്പം സ്മാർട്ടായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മണി മേക്ക് ചെയ്യണം അല്ലെങ്കിൽ വെൽത്ത് മേക്ക് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, അവർ അതിൻ്റെ സ്പിരിച്വൽ പാർട്ടിൽ മനസ്സിലാക്കുമ്പോൾ, സീക്രട്ടിൽ മനസ്സിലാക്കുമ്പോൾ, ദേ സീ എവ്രിതിങ് ആസ് എനർജി. അത് മണി മാത്രം എനർജി ആയിട്ട് കാണല്ല, അറിവ് ഊർജ്ജമാണ്. ഉദാഹരണത്തിന് ചില ആൾക്കാരുടെ കയ്യിൽ ലോകത്തിലെ ഏറ്റവും അതിരഹസ്യമായിട്ടുള്ള അറിവുകളുണ്ട്. അവരുടെ ഇൻ്റലക്ച്വൽ ലെവലിൽ അവരത് പൊസസ് ചെയ്തിട്ടുണ്ട്, അവർക്ക് ഒരുപാട് അറിവുകളുണ്ട്. പക്ഷെ ആ അറിവ് കൊണ്ട് 10 പേർക്ക് പോലും ഗുണം കിട്ടുന്നില്ലെങ്കിൽ ആ അറിവ് കൊണ്ട് കാര്യമില്ല. എന്നാൽ വേറെ ചില ആൾക്കാരുണ്ട്, അവരുടെ കയ്യിൽ ചുരുങ്ങിയ ചെറിയ കുറച്ച് അറിവുകളുള്ളൂ, പക്ഷെ ആ ചെറിയ അറിവ് കൊണ്ട് തന്നെ 1000 പേർക്ക് ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏത് അറിവിനാണ് കൂടുതൽ പവർ, ഏത് അറിവിനാണ് കൂടുതൽ എനർജി, അത് തീരുമാനിക്കപ്പെടുന്നത് അറിവിൻ്റെ മീതെ അറിവിനെ പൊസസ് ചെയ്യുന്ന ആളുടെ മൈൻഡ്, ഇമോഷൻ, അയാളുടെ എനർജി, ഇത് രണ്ടാണ് തീരുമാനിക്കപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് വലിയ അറിവ് കിട്ടണമേ, ഒരുപാട് സമ്പാദ്യം ഉണ്ടാകണമേ എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് കുറച്ചാണെങ്കിലും അയാം ഓക്കെ, അറിവ് ചെറുതാണെങ്കിലും ഞാൻ ഓക്കെ, സമ്പാദ്യം ചെറുതാണെങ്കിലും ഞാൻ ഓക്കെ, പക്ഷെ അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാനസിക തലവും അതിലെ എൻ്റെ ഊർജ്ജ തലവും അതെപ്പോഴും ബൃഹത്തായ ഒരു പദ്ധതിയാക്കി വെക്കണം, അതൊരു വിശാലമായ പദ്ധതിയാക്കി വെക്കണം. വലിയ മനസ്സിലേക്ക് ചെറിയ അറിവ് വന്നാൽ ഉയർന്ന ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന മനസ്സിലേക്ക്, മാനസിക തലത്തിലേക്ക് ചെറിയ അറിവ് വന്നാൽ അത് വികസിക്കും. അപ്പം പഠിച്ചവൻ്റെ പ്രഖ്യാപനം എന്താണ്? നന്ദിയുള്ളവർക്ക് കൂടുതൽ കിട്ടും, അല്ലേ? അതെല്ലാവർക്കും അറിയാം, എല്ലായിടത്തും ഒരുപാട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഇൻ ഷക്കർത്തും അസീദന്നക്കും, ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗിവ് യു മോർ. അതാണ് ഞാൻ പറഞ്ഞത്. 10 രൂപയുടെ നോട്ടാണ് നിങ്ങളിലേക്ക് വരുന്നതെങ്കിൽ കൂടി ഇതും മണിയാണ്. അപ്പുറത്തൊരു 100 രൂപയുടെ നോട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ അതും മണി തന്നെയാണ്, അതും ഒരേ എനർജി തന്നെയാണ്. അവർക്ക് 1000 ഉണ്ടല്ലോ, എനിക്ക് 10 ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പം എൻ്റെ കയ്യിൽ 1 തുള്ളി വെള്ളമാണല്ലോ, അവരുടെ കയ്യിൽ 10 തുള്ളി വെള്ളമുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നിടത്താണ് പരാജയം, കമ്പാരിസൺ. ഇവിടെ നമ്മുടെ ഇമോഷൻ, നമ്മുടെ ഇമോഷണൽ കോഷ്യൻ്റ്, നമ്മുടെ മൈൻഡ് ഈഗോയിസ്റ്റിക് ആയി പോകും. താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ ചെറുതാണ് അല്ലെങ്കിൽ നമ്മൾ വലുതാണ്, ഈ 2 ചിന്തകൾ താരതമ്യം കാരണം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഏത് കാര്യവുമായി ബന്ധപ്പെടുത്തിയിട്ടാണോ നിങ്ങൾ കമ്പയർ ചെയ്യണത് ആ വിഷയത്തിൽ ഈഗോ വരും. ഈഗോ ഉള്ള ഇടത്തേക്ക് ഉയർന്ന ഊർജം വരൂല, ഉയർന്ന ഊർജം വരൂല. ഇപ്പം ഒരാളുടെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്, പക്ഷെ അയാളുടെ ചിന്തയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് 10 ലക്ഷമല്ലേ ഉള്ളൂ, ബാക്കിയുള്ളവർക്ക് കോടികളുണ്ടല്ലോ. അയാളുടെ മൈൻഡ് ആ 10 ലക്ഷത്തെ ഈഗോ കൊണ്ട്, ഇൻഫീരിയോറിറ്റി തോട്ട് കൊണ്ട് അതിനെ നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ഉയർന്ന തലത്തിലുള്ള ആ 10 ലക്ഷത്തിന്
നന്ദിയുള്ള മനസ്സാണെങ്കിൽ 10 കോടിയാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം 10 ലക്ഷം കയ്യിൽ വരുന്ന ആൾ 10 ലക്ഷമാണ് ഇതെങ്കിൽ ഈ 10 ലക്ഷത്തിന് 10 കോടിയാകാനുള്ള ഊർജത്തിൻ്റെ ഭാഗമാണത്. ഇവരെല്ലാവരും ഒന്ന് തന്നെയാണ് എന്ന രൂപേണ നീതിപൂർവം നമ്മൾ പണത്തെ നോക്കുമ്പോൾ, ഇൻഫീരിയോറിറ്റി തോട്ടും സുപ്പീരിയോറിറ്റി തോട്ടും ഇല്ലാണ്ട് ഈക്വലി പണത്തെ നോക്കുമ്പോൾ അവിടെ നിന്നാണ് ദൈവത്തിൻ്റെ നീതി നമുക്ക് കിട്ടുക. ചില ആൾക്കാർ ചോദിക്കലുണ്ട്, ദൈവം എന്താണ് എല്ലാവരും ഈക്വലായിട്ട് കാണാത്തത് എന്ന്. എന്നാൽ നിങ്ങളെ കയ്യിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമാകുന്ന 10 രൂപയുടെ നോട്ട് വരുമ്പം നിങ്ങൾ 10 രൂപയെയും 100 രൂപയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുന്നതിന് 100 കുറച്ച് വലുതാണ്, 10 കുറച്ച് ചെറുതാണ്. ഇങ്ങനെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമാകുന്ന മണിയും നിങ്ങൾ അങ്ങനെ ട്രീറ്റ് ചെയ്യുള്ളൂ. ഞാൻ കുറച്ച് ചെറുതല്ല, എന്നാൽ എന്നെക്കാളും ചെറിയൊരു ചാത്തനുണ്ട്, അതിന് ഞാൻ വിട്ടുതരാമെന്ന് പറയും. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ മണിയെ അപ്രോച്ച് ചെയ്യണത്, എങ്ങനെയാണോ നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ ട്രീറ്റ് ചെയ്യണത്, അങ്ങനെയാണ്. ദൈവം ഈക്വലായിട്ട് കാണുന്ന ആളാണ്. അപ്പം ഒരാളുടെ വീട്ടിലേക്ക് ദൈവം 10 ഡിഗ്രി ഉള്ള ഒരു സമ്മാനം കൊടുത്തയച്ചു, മറ്റൊരാളുടെ വീട്ടിലേക്ക് 100 ഡിഗ്രി ഉള്ള ഒരു സമ്മാനം കൊടുത്തയച്ചു. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ഓർക്ക് 100 ഡിഗ്രി ഉള്ളത് കിട്ടിയല്ലോ, എനിക്ക് 10 ഡിഗ്രി ഉള്ളതാണല്ലോ തന്നത്. ആക്ച്വലി നമ്മളുടെ മനസ്സിനാണ് 10, 100 എന്നുള്ള വ്യത്യാസം. ദൈവത്തിൻ്റെ കണ്ണിൽ 10 ആണെങ്കിലും 100 ആണെങ്കിലും അതിന് 10,000 ആക്കാൻ പറ്റിയതാ 10ഉം 100ഉം. അതുകൊണ്ട് ലോകത്തിൽ സമ്പന്നരായിട്ടുള്ള ആൾക്കാരെ പഠിച്ചു നോക്കിയാൽ എപ്പോഴും പറയാറുണ്ട് 80% സമ്പന്നരും 0 നിന്നും വന്നവരാ. അപ്പോൾ നമ്മൾ ചോദിക്കില്ലേ, അതെങ്ങനെ ഈക്വലാവാ? അത് ഈക്വലാവാൻ പാടില്ലല്ലോ. 50% ആൾക്കാർ വട്ടപൂജ്യത്തൊന്നും സമ്പന്നരാണ്, 50% ആൾക്കാർ കുറേ ഉള്ളവരും സമ്പന്നരാവണം. അങ്ങനെ ആകുമ്പോഴല്ലേ നീതി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇല്ലാത്തവർക്ക് കുറഞ്ഞവരെയും ഉള്ളവരെയും 2 പേരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇല്ലാത്ത അവസ്ഥയിലെത്തുമ്പം വട്ടപൂജ്യത്തിലെത്തുമ്പോഴാണ് നമുക്ക് നീതി പഠിക്കാൻ പറ്റുക. കാരണം എൻ്റെ അടുത്ത് ഒരു 10ഉം മറ്റൊരാളിൽ 90ഉം, അല്ലെങ്കിൽ എൻ്റെ ഒരു 20ഉം മറ്റൊരാളത്തെ 80ഉം, ഇങ്ങനെയൊക്കെ കിടക്കുന്ന സമയത്ത് നമുക്ക് നീതി പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ദൈവത്തിൻ്റെ നീതി പഠിപ്പിക്കാൻ വേണ്ടി ദൈവം എന്താ ചെയ്യാറോ, പോക്കറ്റ് മൊത്തത്തിൽ അങ്ങ് കാലിയാക്കി തരും. ഇപ്പോൾ വട്ടപൂജ്യം, അപ്പോൾ ഈഗോ 0 ആയി, കംപ്ലീറ്റ്ലി 0 ആയി. എന്നാൽ വട്ടപൂജ്യത്തിൽ കിടന്നിട്ട് രക്ഷപ്പെടാതെ പോണ കുറേ ആൾക്കാരുണ്ട്. കാരണം വട്ടപൂജ്യത്തിൽ കിടക്കുമ്പോഴും അവർ വളരെ ഇൻഫീരിയോറിറ്റി തോട്ടിൽ പോയിരിക്കുക എന്നുള്ളതാണ്. ഇതിൽ സ്പിരിച്വൽ തിയറി ആയിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എസ്പെഷ്യലി ഡിവൈൻ ലോ ആയിട്ട് പറയാറുണ്ട്, ഇല്ല എന്നത് ഉണ്ടാവാനുള്ള സാധ്യതയാണ്, ഇല്ലാത്തതേ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്താണോ ഇല്ലാത്തത്, ഇല്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് അത് ഉണ്ടാവുന്നത്. ഇപ്പോൾ ഒരാളറിയാം, എൻ്റെ അടുത്ത് പണം ഇല്ല എന്നത് അത് ഉണ്ടാവാനുള്ള സാധ്യതയാകുന്നു. ഈ പ്രപഞ്ചം ഉണ്ടായിരുന്നില്ല, പ്രപഞ്ചം ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ദൈവം അത് സൃഷ്ടിച്ചത്. അപ്പം ഇല്ല എന്നത് ഉണ്ടാവാനുള്ള സാധ്യതയാണ് എന്നതാണ്. അതാണ് ദൈവം ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ കേട്ടില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാന്ന്, ലാ ഇലാഹ ഇല്ലല്ലാന്ന്. അതൊരു സാമുദായികമായിട്ടുള്ള ബോധത്തിനപ്പുറത്തേക്ക് ഒരു പ്രാപഞ്ചികമായിട്ടുള്ള യൂണിവേഴ്സൽ ട്രൂത്തായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഇതിന് മുന്നേ ഞാനത് പറഞ്ഞിട്ടുണ്ട്, ദൈവമല്ലാതെ ഒരു ദൈവമില്ല, ദൈവമല്ലാതെ ഒരു ദൈവമില്ല എന്ന് പറഞ്ഞതിലൂടെ നിങ്ങൾക്ക് പണമില്ല, പണത്തെ നിങ്ങൾ ദൈവമാക്കല്ലേ. പണം ഒരു ദൈവമല്ല. അപ്പം പണത്തെ ദൈവമാക്കുമ്പോൾ, പണത്തെ നിങ്ങൾ മാസ്റ്റർ ആക്കുമ്പോൾ, പണത്തെ നിങ്ങൾ ഇലാഹാക്കുമ്പോൾ, അത് ഇല്ലാത്തവന് തരാൻ പറ്റുന്ന, ഇല്ലാത്തവനും പണം കൊടുക്കാൻ പറ്റുന്ന, അത് ഉണ്ടാക്കി തരാൻ പറ്റുന്നവരിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. അപ്പം നിങ്ങൾക്ക് ഇല്ലാത്തതിനെ പറ്റി പരാതി പറഞ്ഞതിനപ്പുറത്തേക്ക് ഇല്ലാത്തതെന്തോ അതിനെപ്പറ്റി നിങ്ങൾ സങ്കടപ്പെടേണ്ടതായിട്ടില്ല. ഇല്ലാത്തതൊക്കെ തരാൻ പറ്റുന്നവനാകുന്ന ദൈവം, ആ ബോധത്തിലേക്ക്, ആ ഊർജത്തിലേക്ക്, ആ സത്യത്തിലേക്ക് നീ ചേർന്ന് നിൽക്കുമ്പം ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ലാ ഇലാഹ് എന്ന് പറഞ്ഞതിലൂടെ ഇവിടെ ഒരു മാസ്റ്ററും ഉണ്ടായിരുന്നില്ല, അറിവാകുന്ന മാസ്റ്റർ ഉണ്ടായിരുന്നില്ല, സ്ഥലമാകുന്ന മാസ്റ്റർ ഉണ്ടായിരുന്നില്ല. ചില ആൾക്കാർ മാസ്റ്റേഴ്സ് ആവൽ, പവറുള്ള ആൾക്കാർ കുറച്ച് സ്ഥലം ഉണ്ടാകുമ്പോഴാണ്, റിയൽ എസ്റ്റേറ്റ്. ചില ആൾക്കാർക്ക് അറിവുണ്ടാകുമ്പോഴാണ്, ചില ആൾക്കാർക്ക് പവർ ഉണ്ടാകുമ്പോഴാണ്, കുറേ മനുഷ്യന്മാർ. അപ്പോൾ ദൈവം പറയാം, ഇതൊന്നും ഇലാഹല്ല, ഇതൊന്നും മാസ്റ്റർ അല്ല, ആകെ ഒറ്റ മാസ്റ്ററുള്ളൂ. അതുകൊണ്ട് ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഇല്ല എന്ന് ചിന്തിച്ച് ഖേദിക്കാതെ, ഇല്ലാത്തത് ഉണ്ടാക്കി തരാൻ പറ്റുന്ന ദൈവം ഏതാണോ ആ ദൈവത്തിലേക്ക് നീ നീതിയുക്തം ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഇല്ലാത്തതൊക്കെ ഉണ്ടാവും. ഇത് ഞാൻ കൂടുതൽ പറയുന്നില്ല, ഇതിൻ്റെ മുന്നത്തെ പല സെഷൻസ് ഞാൻ ഇല്ല എന്നത് ഉണ്ടാവാനുള്ള സാധ്യതയാണ് എപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളെത്തുമ്പോൾ പലപ്പോഴും നമുക്ക് ഇല്ലായ്മ ഒരു വല്ലായ്മ ആയിട്ടാണ് ഫീൽ ചെയ്യാം. ഇല്ലാലോ ഇല്ല എന്ന് പരാതിയോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആക്ച്വലി വാട്ട് ഹാപ്പൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈഗോയാണ് വർക്ക് ചെയ്യണത്. ഇമോഷണലി നമ്മൾ ഇൻഫീരിയർ ഈഗോയാണ് വർക്ക് ചെയ്യുന്നത്. ഇൻഫീരിയർ ഈഗോ ഉള്ളിടത്ത് ഉള്ളതും എടുത്ത് കളയാ ചെയ്യാം. ഇപ്പം ചിലർ പറയാറുണ്ട്, ഉള്ളവന് ദൈവം വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം നാട്ടിലൊരു ഫ്ലാറ്റ് ഉള്ളവന്
അവന് മാത്രം അബുദാബിയിൽ നിന്ന് ഒരു ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അവനക്ക് ആണ് ചിലപ്പോൾ അബുദാബിയിലും 2 ഫ്ലാറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. പാവപ്പെട്ടവർക്കൊന്നും ഇത് കിട്ടില്ല, ഉള്ളവനിക്ക് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നുള്ളല്ലോ. നാട്ടിലൊരു കാറുള്ള ആൾക്ക് ഓണം ബമ്പർ ഇവനിക്ക് തന്നെ ആയിരിക്കും ചിലപ്പോൾ BMW അടിക്കണം. ഇയാൾക്ക് എന്തിനപ്പോൾ BMW? പാവപ്പെട്ട കുറേ ആൾക്കാരുണ്ടല്ലോ, ഉള്ളവനിക്ക് തന്നെ പിന്നെയും കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇല്ലാത്ത പാവപ്പെട്ടവന് ആകെ ഉണ്ടായിരുന്ന ഒരു ബൈക്കാണ്, അത് എവിടെയോ ഒരു പരിപാടിക്ക് പോയ സമയത്ത് ആരോ ടയറും പഞ്ചറാക്കി കാറ്റ് ഊരിയിട്ട് പോയി, അല്ലെങ്കിൽ അത് അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഇല്ലാത്തവനൊന്നും കഷ്ടപ്പാട്, ഉള്ളവനൊന്നും അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണ് പലരും പറയാറുള്ളത്. അപ്പോൾ ഇല്ലാത്തവനക്ക് ഇല്ലായ്മ തന്നെ തുടരാനുള്ള കാരണം എന്താ വെച്ചാൽ അവൻ്റെ ഇല്ലായ്മയിൽ അവന് വല്ലായ്മ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് രസം. അപ്പോൾ ഇത്തരത്തിൽ ഇല്ലായ്മയിൽ പോലും അവൻ ഈ പറഞ്ഞ 0 ഈഗോയിൽ നിൽക്കുകയാണെങ്കിൽ, 0 കമ്പാരിസണിൽ നിൽക്കുകയാണെങ്കിൽ അവന് വർധനവുണ്ടാവും, പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്നുള്ളതാണ്. കാരണം നമ്മളുടെ ഈഗോൻ്റെ, നമ്മുടെ ഇമോഷൻ്റെ കമ്പാരിസൺ, അറ്റാച്ച്മെൻറ്റ് പോലത്തെ പരാതി പോലത്തെ ഒരു തരത്തിലുള്ള മനസ്സിൻ്റെ ഈഗോ തലത്തിലുള്ള ഇടപെടലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ വിശാലമായിട്ടിരിക്കുമ്പം അവിടെയാണ് ക്രിയേഷൻ നടക്കുക. നത്തിങ്നെസ്സിൽ നിന്നുമാണ് സൃഷ്ടിപ്പുണ്ടാക്കുന്നത്, നത്തിങ്നെസ്. അപ്പോൾ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ സന്തോഷിക്കുക വേണ്ടത്, എല്ലാം ഉണ്ടാകാൻ വേണ്ടി പോവാണ് എന്നുള്ളതാണ്. അപ്പം ഇത് പോയി, ഇതെടുത്തോ നീ ദൈവമേ, ഇന്ന് ഇതും കൂടി കൊണ്ടേക്കോ എന്ന് പറയും. ഇതും എടുത്തോ എന്തിനാ, എത്രത്തോളം എടുക്കുന്നു അത്രത്തോളം റീഫിൽ ചെയ്യാനല്ലേ പോകുന്നത് എന്ന അവസ്ഥയിലായിരിക്കണം നമ്മുടെ ചിന്തകൾ. അതാണ് ഓപ്പൺ ടു റിസീവ് എന്ന് പറഞ്ഞാൽ. ഓപ്പൺ ടു റിസീവ് എന്ന് പറയുന്നത് ഒരു തിയറിയാണല്ലോ, മാനിഫെസ്റ്റേഷൻ തിയറിയാണ്, സ്പിരിച്വൽ തിയറിയാണ്. സ്വീകരിക്കാൻ തയ്യാറായ ആൾ എന്തും കൊടുക്കാൻ തയ്യാറായതിനും കൂടിയായിരിക്കും. സ്വീകരിക്കാൻ തയ്യാറായ ആളൊക്കെ കൂട്ടിപ്പിടിച്ചിങ്ങനെ വെച്ച് ഇതൊന്നും പോരുത്, ഇനി പോരട്ടെ എന്നുള്ളതല്ല. സ്വീകരിക്കാൻ തയ്യാറായ ആൾ ഇങ്ങനെ ആരെയും സ്വീകരിക്കാൻ നിൽക്കും, ഒക്കെ കൂട്ടിപ്പിടിച്ചിട്ട് വരൂ ഞാൻ നിങ്ങളെ സ്വീകരിക്കാനിരിക്കുകയാണ്, ഇങ്ങോട്ട് വരാനേ തോന്നൂല, എന്നെ ഇപ്പോൾ എന്താണ് കയത്തിന് ചേച്ചി കൊല്ലുന്നാ തോന്നുക. ഒരാളെ നമ്മളെങ്ങനെ ഇങ്ങനെ സ്വീകരിക്കാം, വരൂ കടന്നു വരൂ ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുക. അതായത് തുറന്നിരിക്കുന്നുള്ളതാണ്. അപ്പോൾ തുറക്കുന്ന സമയത്ത് കയ്യിലുള്ളതൊക്കെ ചിലപ്പോൾ പോവും, പക്ഷെ എന്താ വലുത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തയ്യാറാണ്. ഒരാൾ കയ്യിലൊരു സാധനം ഇങ്ങനെ വെച്ചിട്ട് ഒറ്റ മിനിറ്റ് ഇത് പോവും, ആകെയുള്ള 150 രൂപ അതിപ്പോൾ പോവും, വരൂട്ടോ ഇരിക്കൂട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറില്ല. അതേ സമയത്ത് നമ്മൾ കൈക്കിനെ വിടണം. ക്ലിയർ ആയില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വീകരിക്കാൻ നമ്മൾ വിശാലമാകണമെന്നുള്ളതാണ്, വിശാലതയിലേക്ക് നമ്മൾ എത്തണമെന്നുള്ളതാണ്. അപ്പോൾ നത്തിങ്നെസ് നമ്മൾ ഓപ്പൺ ടു റിസീവ് എന്ന സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്നുണ്ടോ എന്ന് നമ്മളോട് തന്നെ എന്ത് ചെയ്യാം, ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ സ്പിരിച്വലി, എനർജറ്റിക്കലി ആൻഡ് ഇമോഷണലി ഈ കാര്യങ്ങൾ, എനർജി, സ്പിരിച്വൽ, ഇമോഷണൽ, ഈ റെലമിൽ ബാക്കി എല്ലാ സാധ്യതകളും നമുക്ക് ഇവിടെ ഉണ്ട്. ഈ റെലമിലുള്ള കറക്ഷൻസ് നടന്നു കഴിഞ്ഞാൽ, ഇമോഷണൽ, സ്പിരിച്വൽ, എനർജി, ഈ 3 തലത്തിലുള്ള കാര്യങ്ങൾ അലൈൻഡ് ആയി കഴിഞ്ഞാൽ അവരിൽ വർധനവ് ഉണ്ടാവുന്നില്ല. അതൊരു മണിയുടെ കാര്യത്തിൽ മാത്രമല്ല, ഏത് സമ്പത്താണ് നിങ്ങൾക്ക് വേണ്ടത്. മണി എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ സമ്പത്തും ബാക്കിയുള്ളതൊക്കെ വേറെ, അങ്ങനെയല്ല. അറിവ് സമ്പത്താണ്, എല്ലാ സെഷനിലും ഞാൻ പറഞ്ഞ അറിവ് സമ്പത്താണ്, അതുപോലെ തന്നെ ബന്ധങ്ങൾ സമ്പത്താണ്, ആരോഗ്യം സമ്പത്താണ്, ഒക്കെ സമ്പത്താണ്. ഞാൻ ഈ അടുത്ത റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ GCയിൽ ഞാൻ ഒരു സംഭവം കോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളിൽ സമ്പത്തിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു സമ്പത്തുണ്ടോ? സമ്പത്തിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു സമ്പത്ത് ഏതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ സമ്പന്നരാണ്. കാരണം ആരോഗ്യം സമ്പത്താണ്. അതെപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക? ആരോഗ്യം ഇല്ലെങ്കിൽ കുറേ പൈസ കാലിയാവും. അപ്പം നമുക്കറിയാം ഉള്ള ആരോഗ്യം സമ്പത്താന്നുള്ള കാര്യം, റൈറ്റ്? അറിവ് ഒരു സമ്പത്താണ് അല്ലേ? വിസ്ഡം എന്നുള്ളതൊരു സമ്പത്താണ്. അറിവില്ലെങ്കിൽ അതിൻ്റെ പേരിൽ കുറേ ക്യാഷ് കയ്യിൽ നിന്ന് പോകും, വിവരമില്ലായ്മ കൊണ്ട് കുറേ സാധനം കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അറിവ് ഇല്ലാണ്ടാകുമ്പോൾ അറിയാം അത് എത്രത്തോളം സമ്പന്നമായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ അറിവ് ഒരു സമ്പത്താണ്. ബന്ധങ്ങൾ നല്ലൊരു സമ്പത്താണ്. നല്ല നെറ്റ്വർക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ചില സമയത്ത് നല്ല ബന്ധങ്ങൾ ഇല്ലാണ്ട് പോയതിൻ്റെ പേരിൽ കുറേ സമ്പത്ത് നഷ്ടമായിട്ടുണ്ടായിരിക്കും. അപ്പം നല്ല ബന്ധങ്ങൾ എന്നുള്ളതൊരു സമ്പത്താണ്. അപ്പം ഞാൻ ചോദിക്കുന്നത് സമയം മറ്റൊരു സമ്പത്താണ്. ഇപ്പം നേരത്തെ സിയാസത്ത് പറഞ്ഞു, ടൈമിൻ്റെ കാര്യം വാരൻ ബഫറ്റിനെ കോട്ട് ചെയ്ത് പറയുന്നു. സമയം നല്ലൊരു സമ്പത്താണ്. സമയം ഇല്ലാണ്ടാകുമ്പോൾ അറിയാം, സമയം ഇല്ലാത്തതിൻ്റെ പേരിൽ പലതും നഷ്ടമാകുമ്പോൾ, സമയം കുറഞ്ഞു പോയതിൻ്റെ പേരിൽ കുറേ സമ്പത്ത് നഷ്ടമായി പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും സമയം നല്ലൊരു സമ്പത്തായിരുന്നു എന്നുള്ളൊരു കാര്യം. ഈ രൂപേണ സമയമാകുന്ന സമ്പത്ത് നിങ്ങൾക്കുണ്ടോ? അറിവാകുന്ന സമ്പത്ത് നിങ്ങൾക്കുണ്ടോ? ആരോഗ്യമാകുന്ന സമ്പത്ത് നിങ്ങൾക്കുണ്ടോ? ബന്ധങ്ങളാകുന്ന, റിലേഷൻഷിപ്പ് ആകുന്ന സമ്പത്ത് നിങ്ങൾക്കുണ്ടോ? ഇതിനോട് കോട്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് സമ്പത്തുകൾ. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ആ ഒരു സമ്പത്തിന് തന്നെ മറ്റുള്ള എല്ലാ സമ്പത്തുകളുമായിട്ട് മാറാനുള്ള കഴിവുണ്ട്. ഒരു സമ്പത്തിന് തന്നെ മറ്റുള്ള എല്ലാ സമ്പത്തുമായി മാറാനുള്ള കഴിവുണ്ട്. കാരണം എന്താണ്? സമ്പത്ത് എന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹമാക്കുന്നു. സംശയമൊന്നുമില്ലല്ലോ. ദൈവം എന്നെ ആരോഗ്യം കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്നു, അൽഹംദുലില്ലാ. ദൈവം എന്നെ അറിവ് കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്നു, അൽഹംദുലില്ലാ.
ദൈവം എനിക്ക് സമയം തന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു. ചില ആൾക്കാരുണ്ട് GTക്ക് പോലും ഞായറാഴ്ച പോലും വന്നിരിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, തിരക്ക് കാരണം. അപ്പോൾ അവർ പറയാണ് ഞാൻ ഭയങ്കര തിരക്കാണിത്, പാവങ്ങളാണ്, സമ്പത്തില്ല, സമയം എന്ന സമ്പത്ത് ദൈവം തമ്പുരാൻ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഒരു 5 മിനിറ്റ് പോലും റെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ രീതിയിൽ സമയം എന്ന സമ്പത്ത് ദൈവം എനിക്ക് തന്നിരിക്കുന്നു. അപ്പം അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാകുന്നു. ബന്ധങ്ങൾ, നല്ല ബന്ധങ്ങൾ, നമ്മൾക്ക് ഗുണകാംക്ഷ നൽകുന്ന ബന്ധങ്ങൾ, നമ്മൾ എന്ന് പറഞ്ഞാലും ജഡ്ജ് ചെയ്യാത്ത ബന്ധങ്ങൾ, ഇത്തരത്തിലുള്ള സ്നേഹബന്ധങ്ങൾ, നമ്മൾ രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുന്ന കുറച്ച് കൂട്ടുകാരും ബന്ധുമിത്രാദികൾ, ഇങ്ങനെയുള്ളവരൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊരു പ്രയാസം വരുമ്പോഴേക്ക് അറ്റ്ലീസ്റ്റ് ആശ്വസിപ്പിക്കാനായിട്ടെങ്കിലും നമ്മുടെ അടുത്ത് വന്നിരിക്കാൻ പറ്റുന്ന കൂട്ടുകാർ, ഇത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ബന്ധങ്ങൾ നമുക്കുണ്ട്, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അത്തരത്തിൽ ബന്ധങ്ങളായിട്ട് ആരുമില്ലെങ്കിൽ പൈസ കൊടുത്ത് കൗൺസിലിങ്ങിന് പോകേണ്ടി വരും. ശരിയാലോ? മെജോറിറ്റി ഓഫ് ദ കൗൺസിലേഴ്സും പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ചില ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ആകെ അവർക്ക് ലാക്കാണ് നല്ലൊരു കൂട്ടുകാരനാണെന്ന് പറയും, അവരെ കേൾക്കാൻ ആരുമില്ല എന്ന് പറയും, അല്ലാണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് മണിക്കൂർ 4000, 5000, 2000 ഒക്കെ ചാർജ് ചെയ്യുന്ന കൗൺസിലേഴ്സ് ഉണ്ട്. അവിടെ പോയിട്ട് പൈസ കൊടുത്ത് ഇങ്ങനെ, അപ്പം നമുക്കറിയാം നല്ല ബന്ധം എന്ന അനുഗ്രഹം ഇല്ലാത്തത്. അപ്പോൾ നല്ല ബന്ധം എന്നുള്ളത് മണി സേവിങ് മൊഡാലിറ്റിയാണ് എന്നൊരു കാര്യം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നു. അപ്പോൾ ഇതൊക്കെ അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് സമയം എന്നൊക്കെ പറയുന്നത്. ഇതുപോലത്തെ ഒരു അനുഗ്രഹമാണ് മണി എന്ന് പറയുന്നതെങ്കിൽ, പൈസ എന്ന് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ പണം എന്ന് പറയുന്നതെങ്കിൽ, ഞാൻ പറയുന്നു ദൈവത്തിന് സെപ്പറേറ്റ്, പഠിച്ചോనికి സെപ്പറേറ്റ് ഫോൾഡർ ഒന്നുമില്ല. സമയത്തിന് ഇന്ന സാധനം ഇറക്കി കൊടുക്കട്ടെ, ആരോഗ്യത്തിന് ഇന്ന സാധനം ഇറക്കി കൊടുക്കട്ടെ. അത് നമ്മൾ മനുഷ്യന്മാർക്കാണ് ആരോഗ്യം ഒരു ഫോം ഓഫ് എനർജി ആയിട്ട് മാറുന്നത്, അറിവ് വേറൊരു ഫോം ഓഫ് എനർജി ആയിട്ട് മാറുന്നത്. എക്സാക്ട്ലി നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഒറ്റ ഊർജ്ജമാണ്, ഇതെല്ലാം ഒറ്റ വെളിച്ചമാണ്. സൂര്യൻ്റെ ഒരൊറ്റ പ്രകാശമാണ് ഈ ഭൂമി മൊത്തം. ഭൂമിയിലെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളിലുള്ളതും സൂര്യൻ്റെ പ്രകാശം തന്നെയാണ്. ഇവിടുത്തെ സകല ജീവജാലങ്ങൾക്കുള്ളിലുള്ളത് സൂര്യൻ്റെ വെളിച്ചെടുത്തുണ്ടാക്കിയ ഭക്ഷണമാണ്. അപ്പോൾ സൂര്യൻ എന്ന പ്രകാശം വ്യത്യസ്തമായിട്ടുള്ള ചെടികൾക്കുള്ളിൽ, അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങൾക്കുള്ളിൽ വേറെ വേറെ ഫോമിൽ വന്നിരിക്കുക എന്നുള്ളതാണ്. അപ്പം വെജിറ്റേറിയൻ ആയിട്ടുള്ള മൃഗങ്ങളും പക്ഷികളും പറഞ്ഞത് എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്തായിട്ട് വേണം, വെജിറ്റേറിയൻ ആയിട്ട് വേണമെന്നാണ്, വെജിറ്റബിൾ ആയിട്ട് വേണമെന്നാണ്. അപ്പോൾ അവർക്ക് അങ്ങനത്തെ ഭക്ഷണം കിട്ടിയാൽ എനിക്ക് ഭക്ഷണം തന്ന ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. ഇന്ന് അവരെ കൺമുന്നിൽ നല്ല ബീഫോ അല്ലെങ്കിൽ ചിക്കനോ കണ്ടാൽ അവരെന്താ പറയുക, എനിക്ക് ദൈവം സമ്പത്ത് തന്നിട്ടില്ല എന്നാണ്, ഭക്ഷണം എന്ന സമ്പത്ത് തന്നിട്ടില്ല എന്നുള്ള. ഇത് എന്നാൽ വേറൊരാൾക്കാർക്ക് അതെന്താണ്, സമ്പത്താണ്, അനുഗ്രഹമാണ്, ഭക്ഷണം എന്നത് അനുഗ്രഹമാണ് എന്നുള്ള. അപ്പോൾ ഓരോരുത്തർക്കും വേണ്ട ഫോമിലേക്ക് ഒറ്റ സൂര്യപ്രകാശത്തിൽ നിന്നുമാണ് ഇവിടെ ജീവജാലങ്ങളൊക്കെ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒറ്റ സൂര്യൻ്റെ പ്രകാശമാണ് നമ്മളെ വീട്ടിലെ വൈദ്യുതിയായിട്ട് മാറുന്നത്. അത് ഓരോ ഫോമിൽ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുക. ഇതേപോലെ തന്നെ ദൈവത്തിൻ്റെ പ്രകാശത്തിൽ നിന്നുമാകുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ആരോഗ്യം, അറിവ്. ആ കൂട്ടത്തിൽ പെട്ടതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രകാശമാകുന്ന അനുഗ്രഹത്തിൽ നിന്നുമുള്ള ആരോഗ്യം നിങ്ങൾക്കുണ്ടോ, ദാറ്റ് മീൻസ് ആ പ്രകാശം നിങ്ങൾക്ക് ആരോഗ്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നാൽ അതേ ആരോഗ്യം ഉപയോഗിച്ച് തന്നെ ആ പ്രകാശത്തെ നിങ്ങൾക്ക് വേറെ ഫോമിലേക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. സൂര്യൻ്റെ പ്രകാശം ഭൂമിയിലേക്ക് ഇങ്ങനെ പതിക്കുമ്പം ആ പ്രകാശത്തെ വൈദ്യുതിയാക്കി സോളാർ എനർജി ആക്കി എടുക്കുന്നത് പോലെ, സസ്യങ്ങൾ അവരുടെ ഭക്ഷണമാക്കി എടുക്കുന്നത് പോലെ, ചില വീട്ടുകാർ ഇത് ഇത്രയും വലിയ സാധനമാണെന്ന് പറയുന്നത് തുണി ഉണക്കാൻ വേണ്ടി മാത്രം താപം ആ ചൂടെടുത്തെടുക്കുന്നത് പോലെ ഒറ്റ പ്രകാശമാണ്. ഓരോരുത്തർക്കും എങ്ങനെയാണോ വേണ്ടത് അതുപോലെയാണ് എടുക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പം നമ്മൾ എൻ്റെ അടുത്ത് സമ്പത്തുണ്ടോ, ഞാൻ സമ്പന്നനല്ല എന്ന് പറയുമ്പം നിങ്ങളതിൻ്റെ ഊർജ്ജ തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ആരോഗ്യമാകുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹമാകുന്ന വെളിച്ചം എന്നിലുണ്ടെങ്കിൽ ഇതേ ആരോഗ്യമാകുന്ന അനുഗ്രഹമാകുന്ന വെളിച്ചത്തിന് തന്നെ എന്തായി മാറാം, അറിവായിട്ട് മാറാം. ഇപ്പം ആരോഗ്യമില്ലാത്ത ഒരാൾക്ക് പഠിക്കാൻ പറ്റുമോ? പറ്റൂല. പഠിക്കാൻ വേണ്ടിയിട്ട് എന്തിനെങ്കിലും ഇരിക്കുമ്പോഴേക്ക്, അറിയാൻ വേണ്ടി ഇരിക്കുമ്പോഴേക്ക് ക്ഷീണം, തളർച്ച ഒന്നും നോക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കഷ്ടമാണ്. എന്നാൽ ആരോഗ്യമുള്ള ആൾക്ക് അധ്വാനിക്കാം. അധ്വാനിച്ച് കഴിഞ്ഞാൽ ആ ആരോഗ്യം എന്ന ഊർജ്ജത്തെ അധ്വാനമായി കൺവേർട്ട് ചെയ്യുമ്പോൾ അത് കോഗ്നിറ്റീവ് ആയിട്ടുള്ളതാവാം. അധ്വാനം എന്ന് പറയുന്നത് ഇൻറ്റേർണൽ അധ്വാനമാവാം അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആവാം. ഇതിന് വേണ്ടി നമ്മൾ എനർജിയെ കൺവേർട്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് മണി കൊണ്ടു തരുന്നു. മണിയാണ് വേണമെങ്കിൽ മണി കൊണ്ടു തരുന്നു. ഇതേ ആരോഗ്യം എന്ന ഊർജ്ജത്തെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണത് നിങ്ങളുടെ കൂട്ടുകാരിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ എന്ന് പറഞ്ഞ ഹാപ്പിനെസ് ആകുന്ന എനർജി ആയിട്ട് അത് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ലോ നോക്കിയാൽ മതി. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡെസ്ട്രോയ്ഡ്, ഇറ്റ് ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ. അപ്പോൾ ഒറ്റ എനർജിയാണ് ആരോഗ്യം, ഒറ്റ എനർജിയാണ് ബന്ധങ്ങൾ, ഒറ്റ എനർജിയാണ് അറിവ്, ഒറ്റ എനർജിയാണ് സമയം, ഒറ്റ എനർജിയാണ് പണവും. ഇതിന് ഒന്നായിട്ട് കാണാൻ പറ്റണം. വേറെ വേറെ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കരുതെന്നില്ല. അപ്പോൾ എപ്പോൾ ഇതൊക്കെ കണക്റ്റഡാണ്, എല്ലാം കണക്റ്റഡാണ്. നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ അവിടെ പണമാകുന്ന ഊർജ്ജത്തിനും റോളുണ്ട്,
അതുപോലെ തന്നെ അവിടെ ആരോഗ്യമാക്കുന്ന ഊർജ്ജത്തിനും റോളുണ്ട്, എല്ലാത്തിനും റോളുണ്ട് എന്നുള്ളതാണ്. അറിവിന് റോളുണ്ട്, എല്ലാത്തിനും റോളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, വേറെ വേറെ ആയിട്ട് കാണാതിരിക്കുക. ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇനി നിങ്ങളിൽ ഞാൻ ഈ എണ്ണിയ ഈ പറഞ്ഞ എനർജികളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. നിങ്ങളിൽ നോക്കൂ, ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടോ? ഒന്നിൽ കൂടുതൽ എന്തായാലും ഉണ്ടാവും. ഇപ്പം ഞാൻ പറയാറുള്ളത്, ഉള്ള ഒന്നിനെ നിങ്ങൾ വേണ്ട വിധത്തിൽ റെക്കഗ്നൈസ് ചെയ്ത് അക്നോളേജ് ചെയ്ത് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രമേ ഈ ഉള്ള ഒന്നിന് ഇല്ലാത്ത ഒന്നായിട്ട് മാറാൻ പറ്റുള്ളൂ. നല്ല ആരോഗ്യമുണ്ട്, എന്നിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണെന്ത്, എനിക്ക് പണമൊന്നുമില്ലല്ലോ, നമ്മൾ പാവപ്പെട്ടവരാണല്ലോ. അപ്പം നമ്മളെ ഉള്ളിൽ ആരോഗ്യമായിട്ട് കിടക്കുന്ന എനർജി എന്താ പറയുന്നത്? മണ്ട, ഈ നിൻ്റെ ഉള്ളിൽ ആരോഗ്യമായിട്ടിരിക്കുന്ന ഈ ഊർജ്ജമല്ലേ, ഈ ഊർജ്ജം തന്നെയാണ് നിനക്കില്ലാത്ത പണമായി മാറേണ്ടത്. കുറച്ചെങ്കിലും ഈ ആരോഗ്യത്തിനൊരു ശുക്ർ പറയും, ഇതിനൊന്ന് റെക്കഗ്നൈസ് ചെയ്യും. നീ ഉള്ള ഇതിന് നന്ദി പറയുന്നുണ്ടെങ്കിൽ മാത്രമേ നിൻ്റെ ഉള്ളിലുള്ള ആരോഗ്യമാകുന്ന ഊർജ്ജമായ എനിക്ക് തന്നെ നിനക്ക് വേണ്ടിയിട്ട് എന്തായി മാറാൻ പറ്റുള്ളൂ? അറിവായിട്ടോ പണമായിട്ടോ ഒക്കെ മാറാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഇല്ല, നിങ്ങൾ ചിന്തിക്കേണ്ട. ഇപ്പം ഉള്ള ഊർജ്ജം മണി ആയിട്ടില്ല, വേറെ ഫോമിലാണ് കിടക്കണേ. അതായത് ഇപ്പം കയ്യിൽ കിടക്കുന്നത് ഡോളർ ആയിട്ടാണെങ്കിൽ ഇവിടുത്തെ കെട്ടുംപീടിയെ കൊണ്ടുപോയിട്ട് ഡോളർ എടുത്ത് ഒരു വാങ്ങിക്കൂല. അപ്പം നമ്മൾ എന്താ പറയുക, ഇതിപ്പോൾ ഡോളർ ഫോമിലാണ് കിടക്കുന്നത്, ഇത് ഇന്ത്യൻ റുപ്പിയാക്കി മാറ്റണം, അത്രയേ ഉള്ളൂ. അപ്പോൾ പല ആൾക്കാരിലും ഇവിടെ ജനിച്ച് മരിക്കുന്നതിൻ്റെ ഇടയിൽ അവർക്ക് വേണ്ട ഫോമിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റാതെ എനർജി കെട്ടിക്കിടക്കുക, അത്രയേ ഉള്ളൂ. എനർജി കെട്ടിക്കിടക്കാണ്, വേറെ ഫോർമാറ്റിലാണെന്നുള്ളൂ. അപ്പം നമ്മളൊക്കെ സമ്പന്നരാണ്, മരിക്കുന്നത് വരെ നമ്മളെല്ലാവരും സമ്പന്നരാണ് എന്ന് മനസ്സിലാക്കുമ്പം ഇല്ല എന്ന ചിന്തയില്ല. ഇതിനെങ്ങനെ കൺവേർട്ട് ചെയ്യണം, ഇതിനെങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യണം എന്നതിനൊരു സാഹചര്യം ഇല്ലാതെ മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയെങ്കിലും ഒരു ധൈര്യം ഉണ്ടാവില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പൈസ ഇല്ല എന്ന് വെച്ചാൽ ഇപ്പം കയ്യിലില്ല, അതെന്തേ, ബാങ്കിലാണുള്ളത്, എന്നാൽ ബാങ്കിൽ നിന്ന് എടുത്തൂടെ, ബാങ്ക് ഇന്ന് ലീവാണ്, നാളെ ബാങ്കിൽ പോയി എടുത്തൂടെ, പക്ഷെ നാളെ പോയി എടുക്കാനെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബാങ്കിലല്ല, പുറത്തത്തെ ബാങ്കിലാണ്, അവിടുന്ന് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്തെടുത്തണം, ഒരാഴ്ച എടുക്കും എന്ന് മനസ്സിലാക്കുമ്പം എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ ബാങ്കിൽ നിന്നും കൺവേർട്ട് ചെയ്തിട്ട് 10 ലക്ഷം രൂപ വരാനുണ്ട് എന്ന് ചിന്തിക്കുമ്പം ഇപ്പോൾ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ കൂടി നിങ്ങൾ പൂർണ്ണമായിട്ട് പറയുമോ എൻ്റെ അടുത്ത് ഒന്നുമില്ലയെന്ന്? നിങ്ങൾ പൈസ ഇല്ലാത്തതുകൊണ്ട് ഭക്ഷണം വാങ്ങിക്കാണ്ടിരിക്കുമോ? ഇല്ല. നിങ്ങൾ എന്താ പറയുക, അത് വരാനുണ്ട്. അപ്പം നമ്മൾ ആ ധൈര്യത്തിൽ റിസ്ക് എടുക്കാൻ തുടങ്ങും. അതാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്, അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്, അതാണ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ രൂപത്തിൽ നമ്മളിൽ ഉള്ള എനർജി തന്നെയാണ്, ഒരു എനർജി തന്നെയാണ് ഇതൊക്കെയായി മാറുന്നത്. പക്ഷെ ഓൾറെഡി ഉള്ള എനർജിക്ക് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവാം. ഇപ്പം എനിക്ക് ആരോഗ്യമാകുന്ന ഊർജ്ജമുണ്ട്, ഈ ആരോഗ്യമാകുന്ന ഊർജ്ജത്തിന് വേറെ എന്തെങ്കിലും ആയിട്ട് മാറണമെങ്കിൽ ഒന്നാമതായിട്ട് അതിന് നമ്മൾ നന്ദി കാണിക്കണം. നന്ദി കാണിക്കലിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു കർമ്മമാണ് നന്ദി എന്ന് പറഞ്ഞാൽ താങ്ക്സ് ഇട്ടോ എന്നടിക്കൽ മാത്രമല്ല. നന്ദി ശരിക്കും ഉള്ളുന്നാണ് വരണമെങ്കിൽ പരിചരണം ഉണ്ടാകും. ഇതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പരിചരിക്കും നമ്മൾ. അപ്പോൾ ആരോഗ്യത്തെ സംരക്ഷിക്കും, അത് പരിചരിക്കും. അപ്പോൾ എക്സസൈസ് ചെയ്യും, നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കും, ആവശ്യത്തിൽ കൂടുതൽ കഴിക്കൂല. ഈ സെൽഫ് കെയർ എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും എന്ത് ചെയ്യും, ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരിക്കും. നന്ദിയുള്ളവർ അതിനെ പരിചരിക്കും. ആ പരിചരണത്തിലൂടെയാണ് വർധനവ് ഉണ്ടാവുന്നത്. ഒരു വിത്തിന് ഒരുപാട് വിത്തുകളാവാൻ പറ്റും. വിത്തിനോട് നമ്മളിങ്ങനെ താങ്ക് യു വിത്ത് വന്നതിന് താങ്ക് യു വിത്ത്, നീ എന്നിലെ ഒരുപാട് സമ്പന്നത ആവാൻ പോവാണ് വിത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഡയലോഗ് നിർത്തിയിട്ട് പണിയെടുക്കടാന്ന് പറയും. അപ്പോൾ എന്താണ്, ഈ വിത്തിനോട് ഞാൻ അത്രക്കും ഗ്രേറ്റ്ഫുൾ ആണെങ്കിൽ ആ വിത്തിനെ ഞാൻ പരിചരിക്കും. വിത്തിനെ എങ്ങനെയാണ് പരിചരിക്കേണ്ടത്? മണ്ണിൽ കൊണ്ട് കുഴിച്ചിട്ട് വെള്ളം ഒഴിച്ച്. അപ്പോൾ വിത്തിന് തോന്നണം ഇവൻ അധ്വാനിക്കുന്നുണ്ട് എന്നെ പരിചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്. ആ അധ്വാനം നമ്മൾ 10% ഇടുമ്പം വിത്ത് എന്ത് ചെയ്യും, 90% റിട്ടേൺസ് തരും. വിത്ത് മരമായിട്ട് മാറുന്നു, അതിലൊരുപാട് വിത്തുകൾ ഉണ്ടാകുന്നു. ഇതാണ് സീക്രട്ട്. അപ്പം നന്ദി ഉണ്ടോ, ഗ്രേറ്റ്ഫുൾ ആണെങ്കിൽ നമ്മളിലെ എനർജി വേറെ ഫോമിലേക്ക് മാറുമെന്ന് പറഞ്ഞാൽ, ഗ്രേറ്റ്ഫുൾ ആവുക എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനെ കെയർ ചെയ്യുക, അതിനെ പരിചരിക്കുക, അതിനെ നെർച്ചർ ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങളിൽ എന്തുണ്ട്, അറിവുണ്ടോ? നന്ദി കാണിച്ചാൽ വർദ്ധിക്കും നമുക്കറിയാം. അപ്പോൾ അറിവിനോട് എങ്ങനെ നമ്മൾ നന്ദി കാണിക്കുക? അറിവിങ്ങനെ തലയിൽ കയറ്റി വെച്ചിട്ട് ഞാൻ ഭയങ്കര അറിവുള്ള ആള് അല്ല, അതിനെ കൊടുക്കുക എന്നുള്ളതാണ്. അറിവിനെ എങ്ങനെ നമ്മൾ പരിചയം, ആരോഗ്യത്തെ നമ്മളിങ്ങനെ സംരക്ഷിക്കും. അറിവാകുന്ന സമ്പത്തുണ്ടെങ്കിൽ കൊടുക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് അറിവുണ്ടായിരുന്നു, നമ്മളതിനെ പരിചരിക്കുന്ന ഒരു ഭാഗമായിട്ട് എന്ത് ചെയ്യും, എൻ്റെ കയ്യിലുള്ള അറിവ് എപ്പോഴാണ് സന്തോഷിക്കുന്നത്, ഇങ്ങനെ കയ്യുടെ ടോക്കിലൊക്കെ ഒന്ന് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ആ അറിവ് എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും, കൊടുക്കും തോറും വർദ്ധിക്കുന്നത്. അറിവിനോട് നന്ദി കാണിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ അറിവ് ഇങ്ങനെ കുത്തിക്കാറ്റലല്ല, ഇങ്ങനെ നിറച്ചു വെക്കലല്ല. അറിവിനോട് നന്ദി ഉണ്ടാവാന്ന് പറയല് അതിനെ തുറന്നു വിടലാണ്, അത് വേണ്ടവർക്ക് കൊടുക്കലാണ്, വേണ്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഊർജം കെട്ടിക്കിടക്കാതെ ഒഴുകുമെന്നുള്ളതാണ്. നമ്മളുടെ
നന്ദി, നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ട്രൂ ആയിട്ടുള്ള ഈഗോ ഫ്രീ ആയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ വർധനവുണ്ടാവും, അവിടെ മൾട്ടിപ്ലൈ തീർച്ചയായിട്ടും ഉണ്ടാവും. കെട്ടിക്കെടുക്കലാവൂല എന്നുള്ളതാണ്. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അറിവിനോടുള്ള നന്ദി എന്ന് പറഞ്ഞാൽ കുറേ അറിവ് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഒരിക്കലല്ല, അതിന് ഗിവിങ്ങിലാണ് അതിൻ്റെ സീക്രട്ട് കിടക്കുന്നത്. ആരോഗ്യത്തിനോട് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ സംരക്ഷിച്ച് ഇങ്ങനെ ഇരിക്കലല്ല, അധ്വാനിക്കും തോറാണ്. എനിക്ക് കുറേ ആരോഗ്യം എടുത്ത് സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് വീട്ടിൽ അനങ്ങാണ്ടിരുന്നാലോ, നടന്ന കാല് കടയും, എൻ്റെ ആരോഗ്യത്തിന് ബുദ്ധിമുട്ടാണ്. അല്ല, എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്? എക്സസൈസ് ചെയ്യണം, സ്ട്രെച്ച് ചെയ്യണം. സ്ട്രെച്ച് ചെയ്യുമ്പോൾ എൻ്റെ എനർജി കുറേ പോവില്ലേ? അല്ല, അത് കൊടുക്കുന്നതനുസരിച്ച് സ്ട്രോങ് ആയിട്ട് വരാം. മസിൽ കുറേ ഉണ്ടാവാന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാണത്? മൂവ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണം, കെട്ടിക്കിടക്കാൻ പാടില്ല. അറിവിനെ ചലിപ്പിക്കുക, കൊടുക്കുക. ശരീരത്തെ ചലിപ്പിക്കുക, കൊടുക്കുക. കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ ആവരുത് നിങ്ങൾ. കെട്ടിക്കിടക്കുന്ന വെള്ളം ഇൻ ദ സെൻസ് കെട്ടിക്കിടക്കുന്ന ഊർജ്ജം മാറ്റി നിങ്ങൾ ഒരിക്കലും മാറരുത്. അപ്പം ഞാൻ നേരത്തെ സിയാസ് പറഞ്ഞല്ലോ, പണത്തിൻ്റെ കാര്യത്തിൽ മണി എന്തുകൊണ്ട് വർദ്ധിക്കുന്നില്ല എന്ന് വെച്ചാൽ, പണത്തെ എങ്ങനെയാണ് നമ്മൾ ടേക്ക് കെയർ ചെയ്യുക? വീട്ടിലൊരു പെട്ടിയിൽ ഇങ്ങനെ ആരും കാണാത്തോടത്ത് വെച്ചിട്ട് സംരക്ഷിക്കേണ്ട സാധനമാണ്, കിട്ടാക്കനിയാണ്, കൂടുതൽ അനാവശ്യമായിട്ടൊന്നും ചിലവാക്കരുത് എന്ന് പറഞ്ഞൊരു പെട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചാൽ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പണത്തിന് എന്താ തോന്നുക? ശ്വാസം മുട്ടണടേ, തുറന്നു വിടാൻ ആരുമില്ല എന്ന് വയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും? പണ്ടത്തെ പ്രയോഗമില്ലേ, പൂത്ത കാശ് അതിനുള്ളിൽ വെച്ച് പൂപ്പലൊക്കെ വന്നിട്ട് പൂത്തു. എന്നിട്ട് പറയും അയാൾക്ക് പൂത്ത കാശുണ്ടെന്ന്. അയാൾ വലിയ പിഷ്കനാന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം, അല്ലാണ്ട് വേറൊന്നല്ല. അപ്പോൾ നമുക്കിങ്ങനെ ഉള്ളിൽ എനിക്കും വേണം പൂത്ത കാശ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും അല്ലാണ്ടായി മാറുകയുള്ളൂ. അപ്പോൾ പണത്തെ പരിചരിക്കുക എന്ന് പറഞ്ഞാൽ സേവ് ചെയ്ത് ഇങ്ങനെ എടുത്തു വെക്കലല്ല. നമ്മളെ അമ്മൂമ്മ, ചില അമ്മൂമ്മമാരുണ്ട്, കോവിഡിൻ്റെ സമയത്താണ് ഇവരെ സമ്പാദ്യം പുറത്തു വന്നത്. കാരണം ആർക്കും അറിയില്ല, ആരും കാണാണ്ട് എല്ലായിടത്തും ഇങ്ങനെ വെച്ച് മോനെ ഇതൊന്നും കൊണ്ടിട്ട് മാറ്റി കൊണ്ടുവരും എന്ന് പറയുമ്പോൾ ഇതെവിടുന്നാണ് വരുന്നത്? വീട്ടിൽ വലിയ പ്രതിസന്ധികളൊക്കെ ആയിരിക്കും, ആരറിഞ്ഞില്ലല്ലോ. അതിന് അമ്മൂമ്മക്ക് ഇതിങ്ങനെ എടുത്തു വെക്കാനുള്ളൊരു സാധനമാണ്, ഏതെങ്കിലും കാലത്ത് ആവശ്യം വന്നാലോ എന്ന് കരുതിയിട്ട് അങ്ങനെ എടുത്തു വെച്ചിരിക്കുക എന്നുള്ളതാണ്. അത് വേറുള്ളവരാണ് ഗുണം ചെയ്തിരിക്കുന്നത്. അപ്പം ഈ രൂപേണ പണത്തൊരിക്കലും എടുത്തു വെക്കാനുള്ളതല്ല, പണം വർദ്ധിക്കണമെങ്കിൽ ചെലവാക്കുക ഇൻ ദ സെൻസ് വർധനവുണ്ടാകുന്ന തരത്തിൽ ചെലവാക്കണം. ആ വർധനവുണ്ടാകുന്ന തലത്തിൽ ചെലവാക്കുന്നതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ ബാങ്ക് കൊണ്ടുവെക്കൽ മാത്രമല്ല, വർധനവുണ്ടാകുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ ചെലവാക്കുക എന്ന് പറഞ്ഞാൽ, എൻ്റെ കയ്യിൽ 100 രൂപയുണ്ട്, ആ 100 രൂപ ഞാൻ ചിലവാക്കുന്നു. ഏത് മോഡൽ? ഇൻവെസ്റ്റ്മെൻറ്റ് മോഡൽ. അങ്ങനെ ഈ 100 രൂപ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ 1000 രൂപ ഉണ്ടാക്കാനുള്ള വിദ്യ എനിക്ക് കിട്ടുമെങ്കിൽ അപ്പോൾ ആ പണം ഇഷ്ടപ്പെടുന്നത് എന്നെ വർദ്ധിക്കാനായിട്ടുള്ള അറിവാകുന്ന ഊർജം വാങ്ങാൻ അതിനെ കൊടുക്കുന്നു. അപ്പോൾ ഓക്കെയാണ്. അതുപോലെ തന്നെ എനിക്ക് അധ്വാനിക്കാൻ നല്ല ഭക്ഷണം വേണം, അപ്പോൾ നല്ല എനർജി കിട്ടണം. അപ്പോൾ അതിന് നല്ല ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി പണത്തെ ഞാൻ കൊടുക്കുന്നു. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ പണം പോയിട്ടുണ്ട്, കുറഞ്ഞല്ലോ, അട്ടിന്ന് 200 കുറഞ്ഞല്ലോ എന്ന് ചിന്തിക്കാതെ ഈ 200 അവിടെ കൊടുക്കുന്ന സമയത്ത് ഊർജ്ജത്തിലേക്ക്, ശരീരത്തിലേക്ക് എത്ര ഊർജ്ജം വന്നു അതിന് ഗ്രേറ്റ്ഫുൾ ആവാം. അത് വെച്ച് അധ്വാനിച്ചിട്ട് അടുത്ത മാസം എത്ര കൂടി ചിന്തിക്കുക. പക്ഷെ കൊടുക്കുന്നതിനനുസരിച്ച് വേറെ ഊർജ്ജം അങ്ങോട്ട് വരുന്നുണ്ട്. വേൾഡ് ഈസ് എ വേൾഡ് ഓഫ് എനർജി എക്സ്ചേഞ്ച്. ഈ എനർജി ബാലൻസ്ഡ് ആവുണ്ടോ നോക്കുക. പിടുത്തത്തോട് കൂടി കൊടുക്കുമ്പോൾ എനർജി എന്താ? കുറഞ്ഞിട്ടോ, ഇത്ര പൈസ ആയില്ലേ, ഇത്ര കൊടുക്കേണ്ടി വന്നില്ല, എന്ന് പറഞ്ഞിങ്ങനെ കൊടുക്കുമ്പം പണം ചിന്തിക്കുക, ഈ പിഷ്കൻ്റെ അടുത്തൊക്കെ ഇനി ഒരു കാലത്തും ഞാൻ വരില്ലാന്ന്. കാരണം പണം ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെ തുറന്നു വിടുന്നതാണ്. കുട്ടികളെങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് 2 ദിവസം ഫ്രണ്ട്സുകളുടെ വീട്ടിലേക്ക് നമ്മൾ പാർക്കാൻ പറഞ്ഞേക്കുമ്പോൾ 2 ദിവസത്തേക്ക് ഇവനെ പറഞ്ഞയക്കാണ്, വേഗം കണ്ട് കൊണ്ടുവന്നാൽ മതി എന്ന് പറയുമ്പോൾ ഇത് എന്ത് പിടിച്ചു വെക്കലാണ്? അവർക്ക് കുറച്ച് ഫ്രീഡം വേണം. ഒരു കുട്ടിയെ സ്കൂളിലേക്ക് വിടുമ്പോൾ സ്കൂളിൽ പോയിട്ട് ഇനി വൈകുന്നേരമല്ലേ വരുള്ളൂ, അതുവരെ ഇവൻ എന്താക്കും, എൻ്റെ കണ്ണ് തെറ്റിയാൽ, അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ ആ കൺമുന്നിലേക്ക് പണത്തിന് വരാനേ ഇഷ്ടമുണ്ടാവില്ല. എന്നിട്ട് എന്താ പറയുക, ആരോ കണ്ണ് തട്ടിയതാ തോന്നുന്നുണ്ട്, പണം വരുന്നില്ല. നമ്മളെ കണ്ണെട്ടിയതാ. നമ്മൾ ഏത് കണ്ണ്? പിഷ്കിൻ്റെ കണ്ണില്ലേ, ആ വൈക്ക് വരില്ല. നിങ്ങൾ ഓരോ കാര്യം തൊടുമ്പോഴും അതിന് ഊർജ്ജം ഉണ്ട് മനസ്സിലാക്കുക. നമ്മൾ തൊടുന്നോടത്തൊക്കെ നമ്മൾ ഊർജ്ജം എന്ത് ചെയ്യുന്നുണ്ട്? ഇംപ്രിൻ്റ് ചെയ്യുന്നുണ്ട്. വെറുതെ പറയല്ല. ഒരാൾ വളരെ നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീം ഇയാളൊരു മുറിയിൽ ഒരു അരമണിക്കൂർ ഇരുന്നിട്ട് പോയി വിചാരിക്കുക. ഇതൊന്നും അറിയാത്തൊരു കക്ഷി ഓടിച്ചാടി നല്ല പാട്ടൊക്കെ പാടി ലാലാല പാട്ടൊക്കെ പാടിയിട്ട് ആ റൂമിൽ വന്ന് വിചാരിക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇയാളെ ലാലാലൊക്കെ വരും. എന്തൊരു മാതിരി മൂടൊക്കെ പോയില്ല, എന്താ മനസ്സിലാവണില്ല. സംഭവം എന്താ? നേരത്തെ വന്ന ആൾ ഫില്ല് ചെയ്ത് പോയതിൻ്റെ ഉള്ളിൽ പെട്ടുപോയതാ പാവം. അപ്പം നമ്മൾ പോകുന്നിടത്തൊക്കെ നമ്മൾ എനർജി നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നുണ്ട്. ചില ആൾക്കാരെ കൂടെ എത്തിയാൽ ചിലർ പറയും
ആകെ ഒരു നെഗറ്റീവ് വൈബേനും എത്തിയതോടൊരു ഫുള്ള് പോയി ഭയങ്കര എനർജറ്റിക്കായി. എന്താ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ ഇവരെ അഫർമേഷനറ്റ് എടുത്താൽ നോ, നമ്മൾ എല്ലായിടത്തും എനർജി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ പണം കൈകാര്യം ചെയ്യുമ്പം, പണം തൊടുമ്പം, പണത്തെ പറ്റി ചിന്തിക്കുമ്പോൾ പോലും നിങ്ങൾ അതിന് ഏത് ഇമോഷനാണോ കൊടുക്കുന്നത്, ആ ഇമോഷൻ കൊണ്ടാണ് ആ പണത്തെ നിങ്ങൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ദാരിദ്ര്യ ചിന്ത കൊണ്ട്, പിശുക്കിൻ്റെ ചിന്ത കൊണ്ട്, ഇല്ലായ്മയുടെ ചിന്ത കൊണ്ട്, ലാക്കിങ്ങിൻ്റെ ചിന്ത കൊണ്ട് പണത്തെ ഇങ്ങനെ തൊട്ടോണ്ടിരുന്ന നിങ്ങൾക്കൊരു കുട്ടിയുണ്ട് വിചാരിക്കുക. ഈ കുട്ടിയുടെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സുകളെ കുട്ടികളൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ പറയാണ്, ഇവനൊരു മണ്ടനാ, ഇവൻ്റെ തലയിലൊന്നും കയറൂല, നിങ്ങളെ കൊണ്ട് പറയാൻ ഒരു വസ്തു തലയിൽ കയറൂല എൻ്റെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടിക്ക് എന്താ തോന്നുക, ഇനി ഞാൻ പഠിച്ച് ഉഷാറാവുന്ന ഈ സാധനം ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടിക്ക് എന്താ ഫീൽ ചെയ്തുകൊണ്ടിരിക്കണത്, ഞാൻ മണ്ടനാ, ഞാൻ മണ്ടനാ, ഞാൻ മണ്ടനാ, ഇങ്ങനെയല്ലേ കേട്ടോണ്ടിരിക്കുക. ഇതേപോലെ തന്നെ എന്ത് ചെയ്യാനാ, നല്ല പൈസ ആണ് ഇപ്പം, തീരെ കിട്ടാനില്ല, എന്താ തീ പിടിച്ച വിലയല്ലേ എല്ലാത്തിനും എന്ന് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കണം. ഈ പണത്തിന് എന്താ തോന്നുന്നത്, ഞാനല്ലേ നിങ്ങൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്നാ പണം ചിന്തിക്കുന്നത്. അപ്പോൾ മണിക്ക് എങ്ങാനും ഇമോഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിക്കുക, നിങ്ങളുടെ ആരോഗ്യത്തെ പറ്റി ചോദ്യം ചെയ്യുന്ന പറഞ്ഞാൽ ആരോഗ്യം ദൈവകോടതിയിൽ പോയിട്ട് കണക്ക് കൊടുക്കുന്നുണ്ട്. മിനിയാന്നും എന്നെ ഒന്നും ചെയ്യാതെ കെട്ടിയിട്ട് ചടഞ്ഞ് കിടക്കായിരുന്നു, വെറുതെ വേസ്റ്റ് ആക്കി തന്നെ, എനിക്ക് ഒരു പണി ഉണ്ടായിരുന്നു, എനിക്ക് ഫുൾ ബോറിംഗ് ആയിരുന്നു, ഇവന് കെട്ടിയിട്ടു എന്ന് പറയുമ്പം നിൻ്റെ ആരോഗ്യം നീ എന്തിനു ചിലവാക്കി എന്ന് ചോദിക്കുമ്പോൾ അന്ന് കുറച്ച് ക്ഷീണേനും പഠിച്ചോനെന്ന് പറഞ്ഞാൽ അതിനാണോ നിന്നെ അങ്ങോട്ട് വിട്ട്, ഇതാരാ പഠിച്ചോനോട് പറഞ്ഞത്, നിന്നിലേക്കല്ലേ ഞാൻ നോക്കരുത്, നിന്നിൽ തന്നെ എനർജി എന്നാണ് ഞാൻ കണക്കെടുക്കണേ, എത്ര പോയി എത്ര കുറഞ്ഞു, അങ്ങനെയല്ലേ. ഒരു കമ്പനിയിൽ എങ്ങനെ ഓഡിറ്റിംഗ് നടത്തുക, ലൈക്ക് ഈവനിങ് എങ്ങനെ കണക്കെടുക്കുക, ഇന്ന് എത്ര ഇൻകം വന്നു, എത്ര എക്സ്പെൻസ് വന്നു, അതാ നോക്കുക. അല്ലാണ്ട് സെയിൽസ്മാൻ പോയിട്ട് അല്ലെ അക്കൗണ്ടൻറ്റ് പോയിട്ട് ഇന്ന് ഇത്ര ഉണ്ട് കേട്ടോ, അക്കൗണ്ടൻറ്റിനോട് ചോദിക്കൊന്നുമില്ല, അക്കൗണ്ടൻറ്റ് എന്താണ് സാക്ഷ്യപ്പെടുത്തിയത് അത് നോക്കുക. അക്കൗണ്ടൻറ്റ് ഇങ്ങനെ വെറുതെ പറഞ്ഞാൽ മുതലാളി ആക്കൂല, ഫാക്റ്റും ഫിഗേഴ്സും നോക്കും, അത് വെച്ചിട്ട് കണക്കെടുക്കുക, അവിടെ കറക്റ്റ് രൂപരേഖ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മുടെ ആരോഗ്യവും നമ്മുടെ അറിവും ഇതൊക്കെ ഓഡിറ്റിങ്ങിന് വിധേയമാകും എന്ന് ചിന്തിക്കുമ്പോഴാണ് വേറെ ആൾക്കാരുടെ കോമഡി. ഇവർ പറയും, ഇതിനെ പറ്റിയിട്ടൊക്കെ നാളെ ചോദിക്കൂലേ, അപ്പോൾ പണത്തെ പറ്റി ചോദിച്ചാൽ ഞാൻ എന്ത് പറയും, അതുകൊണ്ട് എനിക്ക് പണമേ വേണ്ട. അപ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കലുണ്ട്, മക്കൾ സമ്പത്താണ്, നാളെ മക്കളെ പറ്റി ചോദിക്കൂലേ ദൈവം എന്ന് കരുതിയിട്ട് മക്കളെ വേണ്ടെന്ന് ആരെയും കരുതോ? അല്ല, നമ്മൾ നല്ല മക്കളെ ഉണ്ടാക്കിയിട്ട് സമൂഹത്തിന് ഗുണം ചെയ്താൽ അവർ കാരണം നമ്മൾ രക്ഷപ്പെട്ടാലോ, അപ്പോൾ പണം എന്ന മക്കൾ വേണ്ട, അതുണ്ടാക്കിയിട്ട് നിങ്ങൾ രക്ഷപ്പെടില്ല. അതിലെനിക്ക് വലിയ കോൺഫിഡൻസ് ഇല്ല. മക്കളെ കൈകാര്യം ചെയ്യുന്നതിനേക്കാളും ഈസിയാണ് പണം നല്ല നേർമാർഗത്തിൽ ചിലവാക്കാൻ. ശരിക്കും മക്കളെ നേർവഴിയിലാക്കി കൊണ്ടുവരുന്നതിനേക്കാളും ഈസിയല്ല. കാരണം മക്കളെ അങ്ങോട്ട് പോയില്ലെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് പോയില്ലെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും. പണത്തോട് നിങ്ങൾ പറയാം അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞാൽ നിങ്ങളെ കയ്യിൽ തന്നെ, നിങ്ങൾ എങ്ങോട്ടാ പറഞ്ഞാൽ അങ്ങോട്ട് പോയിക്കോളൂ അറിയാം, അത്രയും അനുസരണമുള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് ആ മാനേജ്മെൻറ്റ് അറിയൂല, അല്ലെങ്കിൽ നമുക്ക് ആ സീക്രട്ട് അറിയില്ല. ആരോഗ്യത്തെ പറ്റി ചോദ്യം ചെയ്യും, സമയത്തെ പറ്റി ചോദ്യം ചെയ്യും, ഇതൊക്കെ സമ്പത്താ, ഇതിനൊക്കെ പറ്റി ചോദ്യം ചെയ്യുമോ, അങ്ങനെയാണെങ്കിൽ എനിക്ക് ആരോഗ്യം വേണ്ടാന്ന് ആരെയും പറയും. എപ്പോഴും ചോദിക്കലും ഒരു 10 കൊല്ലം കൂടി കൂട്ടി കിട്ടുമെന്നാ, ദീർഘായുസ്, മനസ്സിലായില്ലേ, ഒരു 10 കൊല്ലം കൂടി കിട്ടുമോ, ആഫിയത്ത് എന്ന ഊർജ്ജവും സമ്പത്തും അതുപോലെ തന്നെ ആയുസ് എന്ന ഊർജ്ജവും കുറച്ചുകൂടി കൂടുതൽ കിട്ടുമെന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കാറുള്ളത്. അപ്പോൾ അവിടെ ഒന്നും നമുക്ക് അവിടെയൊക്കെ കൂടുതൽ വേണം. ഇതൊക്കെ കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഇതിനൊക്കെ മണിയായി മാറാൻ പറ്റും. അപ്പം മണി എന്ന ഡയമെൻഷനിൽ എടുക്കുന്ന ഒരു എനർജി ഉണ്ടായിരിക്കും. മൂപ്പർ ഇങ്ങനെ വയ്ക്കുക, ഇതൊക്കെ ചോദിക്കേണ്ട എന്നെ മാത്രം വേണ്ടല്ലേ, എന്നെ മാത്രം വേണ്ടല്ലേ, എന്നെ മാത്രം വലിയ താല്പര്യമൊന്നുമില്ല അല്ലേ, എന്നെ വേണ്ടാന്ന് പറയും. അപ്പോൾ മൂപ്പര് പാട്ടിനോ ഫോൺ അയക്കണമെങ്കിൽ മോളെ ഫീസ് അടിക്കാനേ പഠിച്ചോനെ എങ്ങനെയും കുറച്ച് പൈസ ഇട്ടാണെന്ന്. അപ്പോൾ പണം എന്താ പറയുക, അല്ല ഞാനല്ല വേണ്ടാന്ന് പറഞ്ഞ്, താല്പര്യമില്ല പറഞ്ഞത് ഞാൻ, കാരണം നിങ്ങൾ നാളെ ദൈവത്തിൻ്റെ കോടതി കൊടുങ്ങുന്നൊക്കെ അല്ലേ പറഞ്ഞത്, എനിക്ക് ഇച്ചിരി സങ്കടം അയക്കണ പറയും, മൂപ്പര് വരൂല. അപ്പോൾ ഉന്തി തള്ളി വിടേണ്ടി വരും, അവിടെ പൊയ്ക്കൂട് എനിക്ക് പോകണ്ടെന്നായിരിക്കും പണം പറഞ്ഞുകൊണ്ടിരിക്കണേ. നിങ്ങളൊന്ന് ഇമോഷണലി ആൻഡ് എനർജറ്റിക്കലി നിങ്ങളുടെ മണിയെ, നിങ്ങളുടെ വെൽത്ത് കോൺഷ്യസ്നെസ്സിനെ ഒരു പേഴ്സൺ ആയിട്ട് കണ്ടോക്കിയേ, എല്ലാത്തിനും ജീവനുണ്ട് എന്നുള്ള രീതിയിലൊന്ന് കണ്ടോക്കിയേ, ബോധമുണ്ട് എന്നുള്ള രീതി കണ്ടോക്കിയേ. അതിനാണ് വേദാന്തിക് പ്രിൻസിപ്പിളിൽ എനർജിയാണ് എല്ലാം, അതെല്ലായിടത്തും പറഞ്ഞു. പക്ഷെ എനർജി ഈസ് കോൺഷ്യസ്, അതിന് ബോധമുണ്ട്. എവറിത്തിങ് ഹാസ് ഇറ്റ്സ് ഓൺ കോൺഷ്യസ്നെസ് എന്നുള്ളതാണ്. നമ്മുടെ പ്രകൃതിക്ക് ബോധമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ രാവിലെ തന്നെ ആയത്. പ്രകൃതിയുടെ ബോധം പോയിക്കണമെങ്കിൽ രാവിലെ 8:10, ഇവിടെ ഇരുട്ടാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, എന്ത് പറ്റി, സൂര്യൻ മറന്നുപോയോ, ഭൂമിക്ക് തെറ്റിപ്പോയോ എന്ന് നമ്മൾ ചോദിക്കുക. അല്ലേ, അവർക്ക് ടൈമൊന്നും തെറ്റില്ല, കാരണം അവർ കോൺഷ്യസ് ബോധമുണ്ട്. പക്ഷെ നമ്മളൊക്കെ ബോധമില്ലാത്ത നമ്മളെ ബോധം പോകും. രാവിലെ 6 മണിക്ക് എണീക്കണം വിചാരിക്കും, എനിക്ക് 9 മണി, പടച്ചവനെ സമയം പോയത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇന്ന് പ്രകൃതിക്ക് മൊത്തം ബോധമുണ്ട്, ദേ ആർ കോൺഷ്യസ്. അതുകൊണ്ട് അവർ പ്രകൃതി നിയമത്തിലാണ് പ്രവർത്തിക്കാം. ഇപ്പോൾ സമ്പത്തിന് ബോധമുണ്ട്, ആരോഗ്യത്തിന് ബോധമുണ്ട്, പ്രകൃതിക്ക് ബോധമുണ്ട്, എല്ലാത്തിനും ബോധമുണ്ട്. എവ്രിതിങ് ഈസ് കോൺഷ്യസ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെൽത്തിനെ, മണിയെ ഒരു കോൺഷ്യസ്നെസ് ഉള്ള, ബോധമുള്ള എന്തെങ്കിലും ആയിട്ടൊന്ന് ട്രീറ്റ് ചെയ്ത് നോക്കിയാൽ, ബോധമുള്ള എന്തെങ്കിലും ആയിട്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഇത്രയും കാലം സഹവസിച്ച്
പണത്തിന് എങ്ങാനും നിങ്ങളെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പണം എങ്ങാനും വായ തുറന്നാൽ നാറ്റിക്കരുത് പ്ലീസ് എന്നുള്ള അവസ്ഥയിലേക്ക്. കാരണം എന്താണ്, അക്കോലത്തിലേക്ക് അതിനെ കൈകാര്യം ചെയ്യുക. നമ്മുടെ വാലറ്റിൽ പണം വെക്കുന്നതിൽ പോലും നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. ചില ആൾക്കാരുടെ വാലറ്റിലെ പണം കണ്ടാൽ പറ്റ തള്ള സഹിക്കില്ല എന്ന് പറഞ്ഞാൽ ആകെ ശ്വാസം മുട്ടി കിടക്കണ്ടായിരിക്കും. ഞാൻ അടുത്തിടെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ഓഫീസിലൂടെ ഇങ്ങനെ പോണ സമയത്ത് വെറുതെ ഒരു ബാഗ് ഇങ്ങനെ തുറന്നെടുക്കുന്നുണ്ട്. അപ്പം ബാഗൊന്നും പോയിട്ട് ചെയ്യരുതെന്നാണ്, പക്ഷേ ജസ്റ്റ് ഫോർ ഫൺ അത്രേ ഉള്ളൂ. അപ്പം ഇങ്ങനെ തുറന്നെടുക്കണം. അപ്പോൾ ഞാൻ വെറുതെ ഒരു തമാശ കണ്ടി മെൻറ്റേഴ്സ് ഒക്കെ ഉണ്ട്, ഞാൻ തമാശ പോയിട്ട് ഇങ്ങനെ നോക്കിയപ്പം അതിൽ കുറച്ച് ക്യാഷാണ്. അപ്പോൾ ഞാൻ ഫണ്ണായിട്ട് ആരും കാണാണ്ട് ഇങ്ങനെ എടുക്കണ പോലെ ഇങ്ങനെ എടുത്തു നോക്കിയപ്പം പൈസ ഒന്നിങ്ങനെ ചുരുണ്ടെടുക്കണം, ഒന്നിങ്ങനെ കിടക്കണം. ഞാൻ പറഞ്ഞു, പഠിച്ച തമ്പുരാനെ, ഇത് ശ്വാസം മുട്ടി കിടക്കുകയാണല്ലോ എൻ്റെ ഉള്ളിൽ നിന്നാണ്. കാരണം അത്രക്കും ഇങ്ങനെ ചുരുങ്ങി കിടക്കുക. അപ്പോൾ ചില പ്രായമായ ആൾക്കാരുടെ അടുത്തൊക്കെ പണം നോക്കി കഴിഞ്ഞാൽ ഇത് ഈ അരിയിലൊക്കെ ആയിരിക്കും പൂറ്റി വെച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങളിതിനെങ്ങാനും ബോധമുണ്ടെങ്കിൽ ഇതെന്താ ചിന്തിക്കുക, ആരും കാണാൻ പാടില്ലാത്ത എവിടോ എടുത്തു വെക്കേണ്ടത് പറഞ്ഞിട്ട് ശ്വാസം പോലും കിട്ടാത്ത പോലത്തെ പണം തരക്ക് പോലെ എനിക്ക് പുറം ലോകം കാണില്ല. വാ പണം. നിൻ്റെ വീട്ടിലുള്ള 10 രൂപയെ നീ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത്? ആ 10 രൂപയുടെ എനർജി തന്നെയാണ് നിന്നിലേക്ക് വരുന്ന 10,000 എനർജറ്റിക്കലി. അപ്പോൾ ഉള്ളതിനോട് നന്ദി കാണിക്കാന്ന് പറഞ്ഞാൽ ഒന്നുമില്ല പഠിച്ചോൻ, ആകെ 150 റുപ്യ ബാക്കിയുള്ളത് എന്നിട്ട് ആ 150 എവിടെ, അതെവിടോ എന്തോ ആക്കി വെച്ചിട്ടുണ്ട്. അതിനെ വളരെ ഭംഗിയിൽ ട്രീറ്റ് ചെയ്യുക. മാനറിസം എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ വളരെ കെയറോട് കൂടി ട്രീറ്റ് ചെയ്യുക എന്നത് അതിൻ്റെ ഒരു ഇമോഷണൽ പാർട്ടാണ്. മണിക്കൊരു ഇമോഷണൽ പാർട്ടുണ്ട്. മണി എന്നല്ല എല്ലാത്തിനും ഒരു ഇമോഷണൽ പാർട്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ എമർജൻസി കോൺഷ്യസ്നെസ്സോട് കൂടിയിട്ടെല്ലാം മണിയെ അപ്രോച്ച് ചെയ്യേണ്ടത്. പല ആൾക്കാരെയും ശ്വാസം കിട്ടാത്ത പോലെ നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. പണത്തിൻ്റെ ആവശ്യം ഇപ്പം എങ്ങനെ നമുക്ക് എടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ പോയി എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയായി കിട്ടണം എന്ന് പറയുമ്പോൾ ഈ കോൺഷ്യസ്നെസ്സിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അത് മാറ്റി പിടിക്കണമെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുന്ന രീതികളിൽ പല മാറ്റങ്ങളുണ്ടായിരിക്കണം. ഈ ജാപ്പനീസ് ടെക്നിക്കുകളൊക്കെ ഉണ്ട് പണത്തിൻ്റെ വിഷയത്തിൽ. അവരതിനെ അത്രമാത്രം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണമുള്ള വിഭാഗക്കാർ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു നോക്കുകയാണെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില റിച്വൽസ് ഉണ്ട്. ആ റിച്വൽസിൽ അതിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ മാറ്റിയെടുക്കേണ്ടത് ഇമോഷണലി ആൻഡ് എനർജറ്റിക്കലി ഹൗ ഡു യു ട്രീറ്റ് ദ മണി. ഞാൻ എപ്പോഴും പറയുന്നത് സിമ്പിൾ ടെക്നിക്കാണ്. ഒരു ഇമോഷനുള്ള ഒരാളായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളതിനെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇല്ലാത്ത സമയത്താണെങ്കിലും പണം എൻ്റെ കയ്യിലില്ല, മറ്റേ മണവാളം പറഞ്ഞവരെ നിങ്ങൾക്ക് വേണ്ടത് പണമാകുന്നു, നിങ്ങളുടെ അടുത്ത് ഇല്ലാത്തത് പണമാകുന്നു, എൻ്റെ അടുത്തുള്ളതും ആവശ്യത്തിൽ കൂടുതലുള്ളതും പണമാകുന്നു. ബൈ കം ടു ദ പോയിന്റ് എന്ന് പറയല്ലേ. അതേപോലെ നമ്മളടുത്ത് ഇല്ല എന്ന് ചിന്തിക്കുമ്പോൾ ഒരിക്കലും ഇല്ല എന്ന് ചിന്തിക്കരുത്. പണമായി മാറാൻ പറ്റിയ വേറെ ഫോമിലുള്ള അതിസമ്പത്ത്, ബൃഹത്തായ സമ്പത്ത് നമ്മളിലുണ്ട് എന്ന് മനസ്സിലാക്കണം. അതിലൊരു കാര്യം ഞാൻ പറയാനുള്ളത്, നിങ്ങൾ നിൽക്കുന്ന ഇടം അബണ്ടൻ്റ് ആണോ നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിൻ്റെ ചുറ്റിലും വികസനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്ഥലത്തിൻ്റെ വില കൂടുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് പണം ഒഴുകുന്ന അല്ലെങ്കിൽ സമ്പത്ത് വർദ്ധിക്കുന്ന അബണ്ടൻസിൽ ഒരു സ്പേസിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. 10 കൊല്ലം മുന്നേ നിങ്ങൾ നിന്ന സ്ഥലത്തിന് അതേ വില തന്നെ എപ്പോഴും കിട്ടുന്നുള്ളൂ. അല്ല, നിങ്ങളുടെ സ്ഥലബോധം മാറിയിട്ടുണ്ട്, സ്ഥലത്തിൻ്റെ മൂല്യം മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ഇടം പോലും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ആ സ്ഥലത്തിൻ്റെ വില കൂടിയിട്ട് കാര്യമില്ല. നമ്മുടെ ഉള്ളിലെ സ്ഥലം ഇപ്പോഴും ചുരുങ്ങി ഇല്ല എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ കാര്യമില്ല. ഇപ്പോൾ നമ്മളടുത്ത് ഇല്ല എന്ന് പറയുമ്പോഴും നമ്മുടെ ചുറ്റുപാടും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ചുറ്റുപാടും എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹിസ്റ്റോറിക്കലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ആൻസിസ്റ്ററലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, മുൻ തലമുറയിലുള്ളവർക്ക് ഒരു മാസത്തിൽ കിട്ടിയിരുന്ന വരുമാനത്തെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ കയ്യിലില്ലെങ്കിൽ കൂടി നമ്മുടെ ചുറ്റുപാടുകൾ മുഴുവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ബോധത്തിലിരുന്നിട്ട് എൻ്റെ ചുറ്റുപാട് അബണ്ടൻ്റ് ആണെന്നാണ് ചിന്തിക്കേണ്ടത്. നോക്കേ, നമ്മളെ ചുറ്റുപാടിൽ മണിയായി മാറാൻ പറ്റുന്ന, വെൽത്തായിട്ട് മാറാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്, ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. അത് ഞാൻ പറയാറുള്ളത്, മണി ഉണ്ടാവുന്ന രീതി, മണി വിഷയമായതുകൊണ്ട് അത് മാത്രം ഫോക്കസ് ചെയ്ത് പറയുന്നത്, മണി ഉണ്ടാവുന്ന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാക്ട്ലി അതൊരു എക്സ്ചേഞ്ചാണ്, ഒരു ട്രാൻസാക്ഷനാണ്, ഒരു എക്സ്ചേഞ്ചാണ്. ഉള്ളത് ഇല്ലാത്ത ഒരാളിലേക്ക് എത്തിച്ചാൽ അതിന് ബദലായിട്ട് നിങ്ങൾക്ക് മണി സ്വീകരിക്കാം. ഉള്ളത് ഇല്ലാത്ത ഒരാളിലേക്ക് എത്തിച്ചാൽ നിങ്ങൾക്ക് അതിന് ബദലായിട്ട് മണി സ്വീകരിച്ചുകൊണ്ടിരിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളുടെ വീട്ടിൽ വെള്ളമില്ല, നിങ്ങൾ നിൽക്കുന്നിടത്ത് ആവശ്യത്തിലേറെ വെള്ളം വെറുതെ കിടക്കുന്നുണ്ട്, നിങ്ങളത് കുപ്പിയിലാക്കി കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ളൊരു സാധനം അവർക്ക് കൊടുക്കുന്നു, പ്രകൃതിയിലൊരു വിഭവത്തെ അവർക്ക് കൊടുക്കുന്നു. ആ പ്രകൃതി വിഭവം അവരിലേക്ക് എത്തിച്ചു കൊടുത്തതിൻ്റെ നന്ദി സൂചകമായിട്ട് അതിനെ തിരിച്ചിട്ട് എന്തെങ്കിലും അവർ തരുന്നു, അതൊരു മണിയായിട്ട് വരുന്നു എന്നുള്ളതാണ്.
ഇനി എൻ്റെ കയ്യിൽ മണിയുണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ട് വെള്ളം കിട്ടണം. ഈ സമയത്ത് നിങ്ങൾക്ക് പണത്തിനാണോ മൂല്യം കൂടുതൽ, വെള്ളത്തിനാണോ മൂല്യം കൂടുതൽ? വെള്ളത്തിനാണ് മൂല്യം കൂടുതൽ. അപ്പം പണത്തേക്കാൾ കൂടുതൽ മറ്റൊന്നിന് മൂല്യം വരുമ്പോൾ അവിടെ ഒരാൾ പണം കൊടുക്കും. അപ്പോൾ നമുക്ക് പണം കിട്ടാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? പണത്തേക്കാൾ മൂല്യമുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുക. നിങ്ങൾ എപ്പോഴാണ് എനിക്ക് പണം തരാം? പണത്തേക്കാൾ മൂല്യം നിങ്ങൾക്ക് അറിവുണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് അറിവ് വേണ്ടി വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അറിവ് തരും, നിങ്ങൾ എനിക്ക് പണം തരും. വാല്യൂ എഡീഷൻ, അതാണ് വർധനവ് ഉണ്ടാക്കുക. എങ്ങനെയാ വർധനവ് ഉണ്ടാകുന്നത്? നമ്മളിൽ ഉള്ളതല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. അപ്പം എനിക്ക് ആരോഗ്യമുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം എനിക്ക് എന്താ പറയുക, ഈ തടി വെച്ച് അധ്വാനിക്കുന്ന സമയത്ത് അവർ തരുന്ന പണത്തിനേക്കാളും കൂടുതൽ ഞാൻ അധ്വാനിക്കുമ്പോൾ, കൂടുതൽ വാല്യൂ ഞാൻ കൊടുക്കുന്ന സമയത്ത് കൂടുതൽ മണി എന്നിലേക്ക് വരും. ഒരാൾ പറയാ എനിക്ക് എങ്ങനെയെങ്കിലും പ്രൊമോഷൻ കിട്ടണം, എങ്ങനെയെങ്കിലും ഒന്നും കിട്ടൂല, പണിയെടുത്താൽ കിട്ടുള്ളൂ. നിങ്ങൾ പണിയെടുക്കുമ്പം സാധാരണ 5 മാനേജർമാരുണ്ടെങ്കിൽ നിങ്ങളെന്ന മാനേജർ മറ്റുള്ള മാനേജർമാർ കൊടുക്കുന്ന വാല്യൂ എഡീഷനേക്കാളും കൂടുതൽ കൊടുക്കുമ്പം മുതലാളിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, നിങ്ങൾക്കേ കൂടുതൽ പൊസിഷനും തരാൻ വേണ്ടി പറ്റുള്ളൂ. അതാണ് കൊടുക്കുന്നതിലൂടെ, പരിചരണത്തിലൂടെ, വർദ്ധിപ്പിക്കുന്നതിലൂടെ കൂടുതൽ മണി, കൂടുതൽ സ്ഥാനം എല്ലാം നമ്മളിലേക്ക് എന്ത് ചെയ്യും, വന്നുകൊണ്ടിരിക്കുന്നില്ല. കൂടുതൽ ആരോഗ്യം വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കൂടുതൽ എക്സസൈസ് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അപ്പോൾ ഈ രൂപേണ ഈ എക്സ്ചേഞ്ച് ആണ് ആക്ച്വലി വെൽത്ത് എന്ന് പറയുന്നത്. ഈ എക്സ്ചേഞ്ച് ആണ് ആക്ച്വലി അസറ്റ് എന്ന് പറയുന്നത്. ഈ എക്സ്ചേഞ്ച് ആണ് ആക്ച്വലി മണി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളെ മനസ്സിന് കിട്ടിയ ട്രെയിനിങ്, അവിടെയാണ് എപ്പോഴും പ്രശ്നം. ഇതൊരു നാച്ചുറൽ പ്രതിഭാസമാണ്. ഒരു മതവും ജീവിതം മൊത്തം ഹോമിച്ചിട്ട് സമ്പത്ത് ഉണ്ടാക്കാൻ പറയില്ല. അത് തെറ്റുന്ന പറയുന്നത്. ജീവിതം മൊത്തം ഹോമിച്ചിട്ട് സമ്പത്ത് ഉണ്ടാക്കുന്നു അങ്ങനെയല്ല പറയുന്നത്. എല്ലാ മതങ്ങളിലും സമ്പത്തിൻ്റെ രഹസ്യം പറയുന്നുണ്ട്. അപ്പം അങ്ങനെ സമ്പന്നരായിട്ടുള്ള, സ്പിരിച്വാലിറ്റി കൊണ്ട് സമ്പന്നരായിട്ടുള്ള ആൾക്കാർക്കാണ്, സ്പിരിച്വാലിറ്റിയുടെ പ്രിൻസിപ്പിൾസിലൂടെ സമ്പന്നരായിട്ടുള്ള ആൾക്കാർക്കാണ് കൂടുതൽ സമയം ബാക്കി ഉണ്ടായിട്ടുള്ളത്. അവർ കൂടുതൽ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള രസം. പക്ഷെ അവർ എനർജറ്റിക്കലി കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ എനർജിയിൽ അവർ വാല്യൂ അഡീഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് സീക്രട്ട്. അല്ലാണ്ട് വേറെ ഒന്നിനും സമയമില്ല. ഇവിടെ പൈസ ഉണ്ടാക്കാൻ പോണതിൻ്റെ ഇടയിൽ മക്കളെ അറിയുന്നില്ല, കെട്ടിയോളെ അറിയുന്നില്ല, വീട്ടിലെ കാര്യങ്ങൾ അറിയുന്നില്ല, ഒന്നിനും സമയമില്ല. ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല, ആരോഗ്യം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, പുതിയ അറിവുകൾ എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ സമ്പത്ത് വന്ന് കുമിഞ്ഞു കൂടുമ്പോഴത്തേനെ കുറച്ച് കഴിയുമ്പോൾ ആ സമ്പത്ത് കൊണ്ട് തന്നെ നമ്മൾ നശിക്കും. കാരണം ആരോഗ്യം പോയിട്ടുണ്ടായിരുന്നു, സമ്പത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ചില ആൾക്കാരെ പറ്റി പറയാനുള്ളത്, അവരൊരു ടൈപ്പിന് സമ്പത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ഓടും. അങ്ങനെ സമ്പത്തൊക്കെ വരുമ്പോഴത്തേക്ക് ആരോഗ്യം പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും? ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ സമ്പത്തൊക്കെ ഉപയോഗിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പം ആരോഗ്യമുള്ള ആൾ വയ്ക്കും, ഇനിയപ്പോൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടത് ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കണ പൈസ കൊടുത്ത് ഉണ്ടാക്കാൻ പോകുന്ന സാധനമില്ല, അതിപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ അടുത്തുണ്ട്, ഞാൻ ഭയങ്കര റിച്ചാണ്. അതിൽ ഗ്രേറ്റ്ഫുൾ ആവുക, അതിനെ ശരിയായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുക, അത് നമ്മൾ ശരിയായ രീതിയിൽ നർച്ചർ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ദിസ് ഈസ് ഹൗ യു ഹാവ് ടു ട്രീറ്റ്. അപ്പോൾ എല്ലാത്തിനെയും എനർജി ആയിട്ടും എല്ലാത്തിനെയും കോൺഷ്യസ് ആയിട്ടും നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈഗോന്ന് നമ്മൾ ഫ്രീ ആവും. നമ്മുടെ സോളാണ് നമ്മൾ ബേസിക് എനർജി. നമ്മൾ ആരോഗ്യമാവുന്നത് നമ്മുടെ ആത്മാവാണ് അല്ലേ. നമ്മൾ അറിവാകുന്നതും നമ്മൾ ആത്മാവിൻ്റെ ഊർജ്ജം തന്നെയാണ് നമ്മൾ അറിവായിട്ട് മാറുന്നത്. നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനമായിട്ട് മാറുന്നത് നമ്മൾ ആത്മാവിൻ്റെ ഊർജ്ജമാണ്. നമുക്ക് ബന്ധങ്ങൾ ആസ്വദിക്കാൻ പറ്റുന്നത് ആത്മാവുള്ളപ്പോഴാണ്. ജീവൻ പോയാൽ ആരെയും പരിചയപ്പെടാൻ പറ്റുമോ? ഇല്ല. നെറ്റ്വർക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ ആത്മാവിൻ്റെ ഊർജ്ജത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങളും അനുഭവങ്ങളും തന്നെയാണ് ഈ പറഞ്ഞതൊക്കെ. അറിവുണ്ടാകുന്നത്, ആരോഗ്യം ഉണ്ടാകുന്നത്, ബന്ധങ്ങൾ ഉണ്ടാകുന്നത് ഒക്കെ, അതിന് സമയം അറിയുന്നത് ഒക്കെ തന്നെ ഇതുള്ളത് കൊണ്ടാണ്. ഈ ആത്മാവ് പോയി കഴിഞ്ഞാൽ പിന്നെ സമയം നമുക്ക് ബാധകമല്ല. അപ്പോൾ നമ്മൾ ഒരാൾ മരിച്ചെടുക്കുക, അയാളോട് നിങ്ങൾക്ക് ഇപ്പോൾ എത്ര സമയം എത്രയെന്ന് വെച്ചാൽ മൂപ്പർക്കാണ് ഇങ്ങോട്ട് പറയാം, നിങ്ങൾക്ക് ഇപ്പോൾ 10:10, എനിക്കിനി സമയം ഒന്നുമില്ല, എൻ്റെ സമയം തീർന്നു, ആയുസ് തീർന്നു, എനിക്ക് സമയം ബാധകമല്ല. അപ്പം നിങ്ങൾക്ക് എപ്പോഴാണ് ഈ സമയം ബാധകമാവുക? ഈ സോളുള്ള സമയത്തേ ബാധകമാവുന്നുള്ളൂ. അപ്പോൾ ഈ എല്ലാ സമ്പത്തുകളും എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സോൾ എക്സിസ്റ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ സോൾ ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പഠിക്കുമ്പം, എനർജി ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പഠിക്കുമ്പോൾ അതിൻ്റെ സീക്രട്ട് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു സോൾ ഉണ്ടോ, നിങ്ങൾ സമ്പന്നനാണ്. നിങ്ങൾക്ക് ഏത് സമ്പത്തും എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ജീവൻ ഉണ്ടാകുമ്പോഴല്ലേ മക്കളെന്ന സമ്പാദ്യം നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. പ്രത്യുൽപാദന ശേഷി അപ്പിയല്ലേ ഉണ്ടാവുന്നുള്ളൂ. അങ്ങനെ തുടങ്ങി എല്ലാ സമ്പത്തുകളെയും നമ്മൾ നോക്കിയാൽ ദർ ഇസ് എൻ എനർജറ്റിക് ഡയമെൻഷൻ. അതിലൂടെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ടെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ സ്പിരിച്വാലിറ്റിയും ആത്മീയ ധാരകളും ആത്മീയ ബോധങ്ങളും ഒക്കെ മനുഷ്യനെ പഠിപ്പിക്കുന്നത് ആത്മീയ തലത്തിൽ നിലനിന്നുകൊണ്ട് സമ്പത്ത് ഉണ്ടാക്കാനാണ് പറയുന്നത്. അതാണ് നേരായ മാർഗത്തിലൂടെ സമ്പാദിക്കുക, ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കുക, ധർമ്മത്തിലൂടെ സമ്പാദിക്കുക, ധർമ്മ വഴിയിലൂടെ എന്ത് ചെയ്യുക? സമ്പാദിച്ചുകൊണ്ടിരിക്കാനല്ല. അങ്ങനെ സമ്പാദിക്കുമ്പോഴുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങൾ മറ്റുള്ള എല്ലാ സമ്പത്തുകളെയും നിലനിർത്തും, അഭിവൃദ്ധി കൊണ്ടുവരും. അതിനാണ് അബണ്ടൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അഭിവൃദ്ധി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ തലത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഒരേ സമയം ഒരുപാട് കമ്പനികൾ,
ഒരുപാട് പദ്ധതികൾ അതൊക്കെ ആവിഷ്കരിച്ച് അവർ ചെയ്യുന്നു. പക്ഷെ അവർ വളരെ ഫ്രീ ആണ്. ഇപ്പം നിങ്ങൾ ആലോചിച്ചൊക്കെ MA യൂസഫ് അലി സാറിന് എത്ര കമ്പനികളുണ്ട്, അല്ലെങ്കിൽ എത്ര ഔട്ട്ലെറ്റുകളുണ്ട്. ഈ ഓരോ ഔട്ട്ലെറ്റും മുമ്പേക്ക് ഒരു കൊല്ലത്തിൽ പോയിട്ട് കണ്ട് തീർക്കാൻ പറ്റും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ. എന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പല പരിപാടികൾക്കും പോയിട്ട് റിബൺ കട്ട് ചെയ്യുന്നു, പ്രസംഗിക്കുന്നു, പല സ്ഥലങ്ങളിലും പോയിട്ട് സന്ദർശിക്കുന്നു, ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണത്തിന് പോകുന്നു, കുടുംബത്തിലെ കല്യാണത്തിന് പോകുന്നു. നമ്മുടെ നാട്ടിൽ അത്ര ഒന്നും ഇല്ലാത്തൊരു ബിസിനസ്സുകാരന് കച്ചവടം തുടങ്ങി കഴിഞ്ഞാൽ ഒരു പരിപാടിക്കും കിട്ടില്ല, ഒന്നിനും ഉണ്ടാവില്ല. ആരെന്താ തിരക്കല്ലേ എന്നാ പറയാ, ഭയങ്കര തിരക്കല്ലേ എന്ന് പറയാം. അത് അലൈൻഡ് അല്ല, നമ്മളിലെ എനർജിയുമായിട്ട് എന്തല്ല അലൈൻഡ് അല്ല. നമ്മുടെ എനർജിയുമായിട്ട് നമ്മൾ അലൈൻഡ് ആയി കഴിഞ്ഞാൽ അതിലൂടെ ഡെവലപ്പ് ചെയ്യുന്ന വെൽത്ത് നമ്മുടെ മൈൻഡിൻ്റെ എഫേർട്ട് കുറയ്ക്കും, നമ്മുടെ ഈഗോൻ്റെ എഫേർട്ട് കുറയ്ക്കും, നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിൻ്റെ എഫേർട്ട് കുറയ്ക്കും. കാരണം എന്താ, ഈ ഫിസിക്കലി കൊടുക്കുന്ന ഇൻപുട്ടിനും മെൻ്റലി കൊടുക്കുന്ന ഇൻപുട്ടിലും ഒക്കെ വർക്ക് ചെയ്യേണ്ടത് ഈ സോൾ എനർജി തന്നെയാണ്. ആ സോൾ എനർജി നേരെ അതിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ ഫിസിക്കൽ എഫേർട്ട് കുറയ്ക്കാം, മെൻ്റൽ എഫേർട്ട് കുറയ്ക്കാം. റിത്തമിക് ആയിട്ട് അലൈൻഡ് ആയിട്ട് ഹാർമോണിയസ് ആയിട്ട് അബണ്ടൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നോക്കുമ്പം സമ്പത്ത് ഉണ്ടാക്കുക എന്നതൊരു ആസ്വാദനമാകും, ആർത്തി ആവില്ല. ഈഗോ വരുമ്പോൾ ആർത്തി ഉണ്ടാവുക. ഇപ്പോൾ ചോദിക്കുക യൂസഫ് അലിയൊക്കെ ഇനി എങ്ങോട്ടാണ് ഉണ്ടാക്കണമെന്ന്. അതിന് മൂപ്പരിക്ക് ആർത്തി ഉണ്ടായിട്ടല്ല, അതൊരു ആസ്വാദനമാണ്. ആസ്വാദനം എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ സുഖം തന്നെയാണ്. ആ ശരി, പൈസ ഉണ്ടാക്കുമ്പോൾ ആത്മീയ സുഖം ഉണ്ടാവും, അതല്ലേ കച്ചവടക്കാർക്ക് സ്വർഗം കൊടുക്കുന്നു പറയുന്നത്. അപ്പോൾ സ്വർഗം കിട്ടാനുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആസ്വാദനം ഉണ്ടാവും. കിട്ടൂല എന്ന് ഉറപ്പാണെങ്കിൽ നിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ പോലെ ആകെ അവർ അടുങ്ങാറാവും, എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു പോന്നാൽ മതിയായിരുന്നു. നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല. നിങ്ങൾക്ക് നിസ്കരിക്കണവർക്കായിരിക്കും ഒരു പ്രത്യേക ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആക്കി വെച്ചിരുന്നു ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ആസ്വാദനം ഇല്ലാത്തവരാ. എന്നാൽ സ്വർഗം കിട്ടുന്നുള്ളവരുടെ നമസ്കാരം എന്ന് പറഞ്ഞാൽ അവർക്ക് ഭൂമിയിൽ തന്നെ അത് വല്ലാത്ത ആസ്വാദനമായിരിക്കും, ഭയങ്കര ഹരമായിരിക്കും. അത് ഇവിടുന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റും, ഇത് മീനിങ് ആണോ. നിങ്ങളുടെ കണ്ടൻമെൻറ്റ് നോക്കിയാൽ മതി, അത് മീനിങ് ആണോ. മക്കളെ നോക്കി നമ്മൾ സഹിച്ചാൽ പഠിച്ചോ നമുക്ക് സ്വർഗം തരുന്ന. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ എനിക്ക് നരകതുല്യമായിട്ടുള്ള അനുഭവം ഉണ്ടാവണത് ഉറപ്പാണ്. മിക്കവാറും ഇവരായിരിക്കും നിങ്ങൾ പോണ മുന്നേ നെഞ്ചത്ത് കയറി ഞാൻ വിടൂല എന്നാണ് പിടിച്ചിരുത്താം, അവരായിരിക്കും നിങ്ങളെ പിടിച്ചിരുത്താം. അപ്പോൾ വൈ നമ്മളിവിടെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ വാട്ട് ഈസ് ദ ക്വാളിറ്റി നോട്ട് ഓഫ് എ മുസ്ലിം, ദ ക്വാളിറ്റി ഓഫ് എ മുഅ്മിൻ. വിശ്വാസി എന്ന് പറയുന്നത്, വിശ്വാസതലം എന്ന് പറയുമ്പം കർമ്മങ്ങൾക്കപ്പുറത്തേക്ക്, കർമ്മം ചെയ്യുന്നതിനപ്പുറത്തേക്ക് അവൻ്റെ വിശ്വാസതലം ഉണർന്നവൻ എന്ന് പറഞ്ഞാൽ അവനിലാണ് ആത്മീയതയുടെ രഹസ്യം കിടക്കുന്നത്. അവൻ ആസ്വദിച്ചുകൊണ്ടിരിക്കും. അവനെ പറ്റിയിട്ടാണ് അവൻ്റെ കാര്യം ഭയങ്കര അത്ഭുതമാണ് എന്ന് പറയുന്നത്, ഭയങ്കര അത്ഭുതമാണ്. അപ്പോൾ അത്തരത്തിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു ആസ്വാദനം കടന്നു വരുന്നുള്ളതാണ്. അപ്പം അങ്ങനെ ആസ്വദിച്ച് സമ്പത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഇവിടെ ഉള്ളതിൽ തന്നെ ഞെരുക്കം ഫീൽ ചെയ്യാൻ വയ്ക്കുന്നത് ഓർക്കൊക്കെ എന്തൊരു ആക്രാന്താണ്, ഭയങ്കര ആർത്തി, ഇനിയും എങ്ങോട്ടും ഉണ്ടാക്കണത്, എവിടെയെങ്കിലും ദിക്റും സ്വലാത്തും ചൊല്ലിയിരുന്നൂടെ, ഇനിയും ഇങ്ങനെ ഇതിൻ്റെ പിറകെ പോകണമെന്ന് അറിയും. അവരെ ദിക്റും സ്വലാത്തും ഇതായിരിക്കും. കാരണം അവർ അങ്ങനെ ഉണ്ടാക്കുന്ന ആരാധനകളെക്കാളും കൂടുതൽ മനുഷ്യർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കുടുംബങ്ങളിലേക്ക് ജോലി കൊടുത്തുകൊണ്ടിരിക്കുക. എത്രയോ കുടുംബങ്ങൾ അവർ കാരണം അന്നം കഴിച്ചുകൊണ്ടിരിക്കുക. അവരില്ലാണ്ടായി കഴിഞ്ഞാൽ ഓർക്ക് വേണ്ടി ഉണ്ടാക്കുമെന്നല്ല. അവരോട് ചോദിച്ചാൽ അവർ പറയും ഞാൻ മാത്രം രക്ഷപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ, എന്നെ പ്രതീക്ഷിച്ചാണ് കുറേ ആൾക്കാരില്ലേ, അവരെ കാര്യം നോക്കണ്ടേ എന്ന് കരുതിയിലേക്ക് അവർ വീണ്ടും ഓടിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ആ ഗിവിങ്ങിൻ്റെ ആസ്വാദനം കിട്ടി, ഡെവലപ്മെൻറ്റിൻ്റെ ആസ്വാദനം കിട്ടി. അതാണ് വിഷൻ എന്ന് പറയുന്നത്. സോളിൽ നിന്നും വെൽത്തിന് വേണ്ടി ഒരാൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അയാൾ വിഷനറി ആവും. ഈഗോയിൽ നിന്നും വെൽത്ത് നിന്നും ഒരാൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് തീരാത്ത സ്വപ്നങ്ങളായിരിക്കും. BMW കാറ് വാങ്ങിക്കണം, വീട് വെക്കണം, മോളെ സ്കൂളിൽ ചേർത്തണം, കെട്ടിയോൾ എങ്ങനെ ആക്കണം, എൻ്റെ കുടുംബത്തിനും എനിക്കും വേണ്ടിയിട്ട് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ മൈൻഡും ഡ്രീമും മാത്രം കിടക്കുന്നുള്ളൂ, അതിൻ്റെ പുറത്തേക്ക് അത് പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ദിസ് ഈസ് ഹൗ ദ എനർജി ഡയമെൻഷൻസ് ഓഫ് ദ വെൽത്ത് വർക്ക്സ് എന്നുള്ള. അപ്പം നമ്മൾ ഊർജ്ജ തലത്തിൽ നമ്മൾ എങ്ങനെ ഇതിനെ കാണുന്നു. ഇതിൽ കുറേ റീലേണിങ്സ് ആവശ്യമുള്ള നമ്മുടെ മനസ്സിന് കിട്ടിയിട്ടുള്ള പാഠങ്ങളാണ്, മണിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മനസ്സിന് കിട്ടിയിട്ടുള്ള പാഠങ്ങളാണ്. ഇപ്പം ചില ആൾക്കാർക്കുണ്ട് മണി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൾ, എല്ലാ തെറ്റുകൾക്കും പിറകിൽ പണമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ചിലർ പറഞ്ഞവർക്കാണ്. എന്നാൽ അതിന് നേരെ തിരിച്ചിട്ട് വേറെ ഒക്കെ തിരിച്ചു പോരാനുണ്ട്. ഇങ്ങനെ വേണമെങ്കിൽ പറഞ്ഞു എല്ലാ തെറ്റുകൾക്ക് കീഴിലും കാരണം പിറകിലും പ്രശ്നമായിട്ട് മാറുന്നു മതമാണെന്നും പറയാലോ. മതത്തിൻ്റെ പേരിൽ യുദ്ധങ്ങൾ ഉണ്ടാവണില്ല. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കുക ചില ആൾക്കാർ. മതങ്ങൾ അങ്ങനെ പ്രോത്സാഹിപ്പിക്കില്ല, അത് മനസ്സിലാക്കിയെടുത്ത് തെറ്റിയതാണ്, മതങ്ങൾ സമാധാനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ശരി, എന്നാൽ പണവും അങ്ങനെ തന്നെ, അത് മനസ്സിലാക്കിയെടുത്ത് തെറ്റിയതാണ്, അത് മനസ്സിലാക്കി വെച്ചുകൊടുത്തുണ്ടായ പ്രശ്നങ്ങളാണെന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിൽ ചില തെറ്റായ ബിലീഫുകൾ, ഇമോഷണൽ പാർട്ടിലാണ് തെറ്റായ ബിലീഫുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ പെർസീവ് ചെയ്ത രീതി, നമ്മൾക്കത് പഠിപ്പിക്കപ്പെട്ട രീതി. ഇതാണ് നേരത്തെ തുടക്കത്തിൽ സിയാസ് പറഞ്ഞത്. നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കാത്ത പ്രധാനപ്പെട്ട ചില പാഠങ്ങളുണ്ട്, ചില ഏരിയകളുണ്ട്. അതിലൊന്നാണ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ. പണം എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നതിനെ പറ്റി പഠിപ്പിക്കണില്ല. ആകെ പറഞ്ഞത് പഠിച്ച് പാസ്സായി നല്ലൊരു ജോലി കിട്ടും, ഒരു സാലറീഡ് ലേബർ ആവാം. അതായത്
ലേബേഴ്സിനെ ഉണ്ടാക്കാനുള്ള, പണിക്കാരെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഫാക്ടറി ആകുന്നു സ്കൂൾ എന്നാണ് ഞാൻ പറഞ്ഞതല്ല, ഇനി അത് കോട്ടയണ്ട. ഫാക്ടറി ആകുന്നു സ്കൂൾ എന്നുള്ളതാണ് റോബോട്ട് കിയോസാക്കി പറഞ്ഞിട്ടുള്ളത്. റോബോട്ട് കിയോസാക്കി ഉണ്ടല്ലോ, റിച്ച് ഡാഡ് പുവർ ഡാഡ് എഴുതി, അങ്ങനെ പറഞ്ഞ് ജോലിക്കാരെ ഉണ്ടാക്കിയെടുക്കുന്ന ഫാക്ടറി ആകുന്നു സ്കൂൾ. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഇത്രയും ജോലിക്കാരെ സ്കൂൾ ഉണ്ടാക്കുമ്പോൾ ഇവർക്ക് പണി കൊടുക്കാനുള്ള ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ ഇവർക്ക് മുട്ടം പണിയാണ് സ്കൂളുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്ത്? ജോലി കിട്ടാതിരിക്കാനുള്ള പണി. കാരണം ജോലി കൊടുക്കുന്ന ആൾക്കാരെ പഠിപ്പിക്കുന്ന, ഉണ്ടാക്കിയെടുക്കുന്ന ഏതെങ്കിലും സ്ട്രീം ഉണ്ടോ? അവിടെയാണ് ചോദ്യം. അപ്പം മെജോറിറ്റി ആൾക്കാരും എന്തിന് പഠിക്കുന്നു? നല്ലൊരു ജോലി കിട്ടാൻ. എന്തിന് പഠിക്കുന്നു? നല്ലൊരു ജോലി കിട്ടാൻ. നമ്മളെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 10,000 കുട്ടികളെ നിരത്തിയിട്ട്, ഒരു 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന ഒരു 10,000 കുട്ടികളെ നിർത്തിയിട്ട് നമുക്കൊരു സർവേ നടത്താം. നമുക്കൊക്കെ പങ്കുചേരാം. ഈ കുട്ടികളോട് നമ്മൾ വയ്ക്കാം, മക്കളെ നിങ്ങൾ എന്തിനാണ് പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ പേർക്ക് ജോലി കൊടുക്കാൻ എത്ര കുട്ടികൾ പറയും? നിങ്ങളെ മക്കളെ എത്ര ആൾക്കാർ പറയുന്ന ആലോചിക്കുക. നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? നമ്മളെ മക്കൾ കുറേ പേർക്ക് ജോലി കൊടുക്കുന്നവരാണെന്ന്. നമുക്ക് തന്നെയുള്ള ആഗ്രഹം എന്താ? എൻ്റെ കുട്ടി എവിടെയെങ്കിലും, വലുതൊന്നും വേണ്ട, എൻ്റെ കുട്ടി എവിടെയെങ്കിലും ഒന്ന് കയറി പറ്റണം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. ആ സിസ്റ്റം നമുക്ക് കിട്ടിയിട്ടുള്ള എന്നുള്ളതാണ്. അത്രേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ആ രീതിയിലേ നമ്മൾ ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അപ്പം 16 കൊല്ലം 18 കൊല്ലം സ്കൂൾ പ്ലസ് കോളേജോടെ 20 വർഷം നമ്മൾ കൊണ്ട് ഹോമിക്കുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനല്ല, കളക്ട് ചെയ്യാനാണ് പറയുന്നത്. കളക്ഷന് പോകാറില്ല, പിരിവെടുക്കാന്ന് പറയില്ല. അതേപോലെ മാസം മാസം പിരിവ് ശേഖരിക്കാനുള്ള സിസ്റ്റത്തിലേക്ക് 20 കൊല്ലം കുട്ടികളെ കൊണ്ട് നമ്മൾ ആക്കിയെടുക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഈ 20 കൊല്ലത്തെ അധ്വാനത്തിന് അവൻ ചിന്തിക്കണം എന്താ? മാസം മാസം എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേന്ന്. അത്ര കിട്ടിയാൽ മതിയോ? നമ്മുടെ ബോധം അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ആക്കിയെടുത്തിട്ടേ ഉള്ളൂ. അതിലും വലിയ കോമഡി ഞാൻ ഈ ഡിസ്കഷനിൽ പറയാറുണ്ട്. ഇന്നത്തെ സിസ്റ്റം വെച്ചിട്ട് ഒരു 20 കൊല്ലം, ഇപ്പോൾ ഒരു 16-17 കൊല്ലമെങ്കിലും സ്കൂളും കോളേജൊക്കെ ആയിട്ട് നമ്മൾ കുട്ടികൾ ചിലവാക്കും. ഇത്രയും കൊല്ലം ചിലവാക്കിയിട്ട് 15 കൊല്ലം പോരെ മാസത്തിൽ 1 ലക്ഷം സമ്പാദിക്കാനുള്ള ഒരു കഴിവുണ്ടാക്കിയെടുക്കാൻ? 15 കൊല്ലം കൊണ്ട് മാസത്തിൽ 1 ലക്ഷം സമ്പാദിക്കാനുള്ള കഴിവ് കിട്ടൂല എന്നാണെങ്കിൽ പിന്നെ എന്തിനാ ജീവിക്കുന്നത്? ഇത്രയും കാലം എന്തിനാ പോയത് അവിടെ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. പിന്നെ എന്താക്കാൻ ഇത്രയും കാലം? ഈ 15 കൊല്ലത്തിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും എങ്ങനെ മാസത്തിൽ 1 ലക്ഷത്തിൽ കൂടുതൽ വരുമാനമുള്ളവനായി മാറാം എന്നതിന് എന്തെങ്കിലും നമ്മളെ പഠിപ്പിച്ചോ? ഏതെങ്കിലും ടീച്ചർ പഠിപ്പിച്ചോ? ഏതെങ്കിലും ഒരു അധ്യാപകൻ പഠിപ്പിച്ചോ? അതെങ്ങനെയാണ് പഠിപ്പിക്കാൻ വേണ്ടി പറ്റുക? മണി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ അത് പറഞ്ഞുതരാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറയും, ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ബിസിനസ്സുകാരൻ MBA കുട്ടികളെ പഠിപ്പിക്കാൻ വരുമോ? MA യൂസുഫ് അലി അല്ലേ ബിസിനസ് പഠിപ്പിക്കേണ്ടത്? MA യൂസുഫ് അലിക്ക് ഇപ്പോൾ ബിസിനസ് പഠിപ്പിച്ചിട്ട് എന്തിട്ടാനാ? ഒരു കാര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ പല നമ്മുടെ സമൂഹത്തിലെ സമ്പന്നരായിട്ടുള്ള, വേണ്ടെന്നല്ല, സമ്പന്നരായിട്ടുള്ള ആൾക്കാരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്കൂളിൽ നിന്ന് പുറത്തുനിന്നാണ് സമ്പന്നതയുടെ രഹസ്യം കിട്ടിയിട്ടുള്ളത്. ബന്ധങ്ങളിൽ നിന്നും പ്രായോഗികമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റിൽ നിന്നും അവർ പഠിച്ചെടുത്തതാണ്. അപ്പോഴാണ് പ്രകൃതിയാകുന്ന സ്കൂള്, സമൂഹമാകുന്ന സ്കൂള് അവിടുന്ന് മനസ്സിലാക്കാന്ന് പറഞ്ഞത്. വെൽത്ത് വിഷയമായതുകൊണ്ട് മാത്രമാണ് ഇത് ചർച്ച ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കുട്ടികൾ മണി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവരാവണമെന്ന് ചിന്തിക്കാം. ഒരുപാട് പേർക്ക് സമ്പത്ത് കൊടുക്കുന്നവരാകണമെന്ന് ചിന്തിക്കുക. ഇപ്പോഴേ ആഗ്രഹിച്ച് അവരെങ്ങനെ തലവിടുന്ന സമയത്ത് എവിടെയെങ്കിലൊക്കെ എത്തിക്കണം, കുഴപ്പമില്ലാത്ത രീതിയിൽ എന്തെങ്കിലും ആക്കണം എന്ന് പറഞ്ഞിട്ട് എനർജി സപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളിങ്ങനെ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന, ഒരുപാട് പേർക്ക് അത്താണിയാക്കുന്ന, ഒരുപാട് പേർക്ക് അന്നം കൊടുക്കുന്ന, ഒരുപാട് പേർക്ക് സാലറി കൊടുക്കുന്നവനായിട്ട് മാറും. സമ്പത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു രാജാവായിട്ട് മാറും. അല്ലാണ്ട് എന്നെ നന്നായിട്ട് നോക്കുന്ന, നമുക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ കൊണ്ടുപോകണ, നമുക്ക് നല്ലൊരു വീട് വെക്കുന്ന, നമുക്ക് വലിയൊരു കാറ് വാങ്ങിക്കുന്നത്, നമ്മൾ മാത്രം എന്നുള്ള സെൽഫിഷ് തോട്ട് കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു തരം സെൽഫിഷ്നെസ് തന്നെയാണ്. നമ്മൾ നല്ലതല്ലേ ആഗ്രഹിക്കണേന്നോ? നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് നിങ്ങളുടെ കുഞ്ഞല്ല, നിങ്ങളുടെ കുഞ്ഞ് സമൂഹത്തിന് എന്തെങ്കിലും കൊടുക്കാനുള്ള കുഞ്ഞാണ് എന്ന് മനസ്സിലാക്കണം. അതിനെ വിട്ടുകൊടുക്കുക തന്നെ വേണം. അല്ലാണ്ട് ഞാൻ ഇത്രയും കാലം നോക്കിയതിൻ്റെ ഗുണമായിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ റിട്ടേൺസ് കിട്ടണ്ടേ, അപ്പം എൻ്റെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഈ കിടക്കുന്നത്, ഒന്നും പായായി പോരുത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ എനർജി ബാലൻസ്ഡ് അല്ല, അവിടെ ഇമോഷൻ ബാലൻസ്ഡ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഗിവിങ്ങിലാണ് മെയിൻ്റനൻസ്, നർച്ചറൻസ് എന്ന് പറഞ്ഞാൽ അത് ഗിവിങ്ങിലൂടെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ധാരണകൾക്കൊക്കെ ഒരു മാറ്റം നമ്മൾ ആക്ച്വലി എന്താക്കണം, ഉണ്ടാക്കിയെടുക്കണം. ഞാൻ ഇപ്പോൾ നമ്മളെ കുട്ടികളായിട്ടുള്ള മെൻറ്റേഴ്സിനോടൊക്കെ എപ്പോഴും പറഞ്ഞ കാര്യം, നേരത്തെ റിട്ടയർ ചെയ്യണം. നേരത്തെ റിട്ടയർ ചെയ്യാന്ന് പറഞ്ഞാൽ നേരത്തെ സെറ്റിൽഡ് ആണ്. എന്നിട്ട് എന്തിനാണ് റിട്ടയർ ചെയ്തിട്ട്? നേരത്തെ റിട്ടയർ ചെയ്തിട്ട് ഫുള്ള് ഫ്രീ ആണ്. ഫുള്ള് ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. കാരണം നേരത്തെ റിട്ടയർ ചെയ്ത ആൾക്കാർക്കൊന്നും വെറുതെ ഇരിക്കാൻ പറ്റില്ല. കാരണം അത്രമാത്രം പ്രൊഡക്റ്റീവ് ആക്കുന്നതിൻ്റെ സീക്രട്ട് അറിഞ്ഞവർക്ക് റിട്ടയർമെൻറ്റ് നേരത്തെ ആക്കാൻ പറ്റുള്ളൂ, ഏർലി റിട്ടയർമെൻറ്റ്. അത് കിട്ടിയ ഒരാൾക്ക് പിന്നെ വെറുതെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? സൊസൈറ്റിക്ക് വേണ്ടി പിന്നെ കൊടുത്തുകൊണ്ടിരിക്കും. ഇപ്പം ഞാൻ മെൻറ്റേഴ്സിനോടൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം, നേരത്തെ റിട്ടയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഫുള്ളി സൊസൈറ്റിയിലേക്ക് ഇറങ്ങണം. കംപ്ലീറ്റ്ലി
എന്ത് ചെയ്യണം, കംപ്ലീറ്റ്ലി ഇറങ്ങണം. അപ്പോൾ അതിനുള്ള ബിൽഡിങ്ങും അതിനുള്ള പ്രിപ്പറേഷൻസും മാത്രമാണ് ഈ ഗൈഡ് ഡോഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വി ഹാവ് എ വാസ്റ്റ് വിഷൻ. നിങ്ങൾക്കറിയാം, നമ്മുടെ ടീമിൻ്റെ ഒരു മോഡ് എടുത്ത് നോക്കിയാൽ മെജോറിറ്റി എല്ലാവരും യൂത്താണ്, യങ്സ്റ്റേഴ്സാണ്, യൂത്താണ്. എത്രയും നേരത്തെ ഇറങ്ങി ഇത്രയും പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെ, ഇത്രയും യങ്ങായിരിക്കുന്ന സിയാസി വെൽത്തിനെ പറ്റി, ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ വി ഹാവ് അത്രക്കും വലിയൊരു വിഷൻ നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വെൽത്ത് എന്നും അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഞാൻ ഈ ടീം തുടങ്ങുന്ന സമയത്ത് എൻ്റെ ടീമിലുള്ള ഈ കുട്ടികളൊക്കെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വെൽത്ത് നന്നായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വെൽത്ത് നന്നായിട്ട് കളക്ട് ചെയ്യാനും പഠിക്കണം. നന്നായിട്ട് കളക്ട് ചെയ്യാൻ പഠിച്ച ഒരാൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ അതുകൊണ്ട് ഫസ്റ്റ് ഫേസിൽ കളക്ഷനാണ്, നെക്സ്റ്റ് ഫേസിൽ ഡിസ്ട്രിബ്യൂഷനാണ്. ആ കളക്ഷൻ സീക്രട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് വാസ്റ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇറ്റ്സ് ആൻ എനർജി എന്ന മിഷനിലാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. 10 മിനിറ്റ് നമ്മൾ നില കൊണ്ടുവന്നിരിക്കുന്നു. ഇതൊരു എക്സാമ്പിൾ പറയുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ എനിക്ക് ഇവരെ കിട്ടിയപ്പോൾ അങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ നമുക്ക് നമ്മളെ മക്കളെ അങ്ങനെ ആക്കിയെടുക്കണം, നമ്മളെയും അങ്ങനെ ആക്കിയെടുക്കാൻ എന്ത് ചെയ്യണം, നമ്മൾ പരിശീലിക്കണം എന്നുള്ള. സോ ഓൾവേസ് റിമെമ്പർ, നമ്മൾ ആരോഗ്യമാകട്ടെ ഏത് വിഷയമാകട്ടെ ഇതിനൊക്കെ ഊർജ്ജമുണ്ട്, ഇതൊക്കെ കോൺഷ്യസ് ആണെന്ന് മനസ്സിലാക്കാം. ആ രീതിയിലൊന്ന് നോക്കിയിരിക്കുക. അപ്പം മണിയെ ട്രീറ്റ് ചെയ്യുന്ന രീതി, വെൽത്തിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി തന്നെ മാറ്റിയാൽ മതി. ഈ മണിനെ ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ വരും, അതിനിപ്പോൾ എൻ്റെ അടുത്ത് പൈസ ഒന്നും ഇല്ലല്ലോ ട്രീറ്റ് ചെയ്യാനെന്ന് പറയും. ഞാൻ പറയാം അവരോട്, പൈസ നിങ്ങൾക്ക് വേറെ എന്തോ ഗുണമായി മാറിയ കുറേ സമ്പത്ത് നിങ്ങളുടെ കയ്യിലില്ലേ. ഇപ്പോൾ ഫോർ ആൻ എക്സാമ്പിൾ, എനിക്കിപ്പോൾ വെൽത്തിനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണം, മണിയെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോണ് പൈസ കൊടുത്ത് വാങ്ങിച്ചതാ, പൈസ കൊടുത്ത് വാങ്ങിച്ച ഫോണാണ്. അപ്പോൾ ഞാനിതിനിങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 1,80,000 രൂപയുടെ അടുത്തുള്ള സമ്പത്തായി കിടക്കണേ. ഇത് പണം തന്നെയാണ്, വേറെ ഫോമിൽ വന്നതാ, മനസ്സിലല്ലേ, വേറെ ഫോമിൽ വന്നാ. അപ്പോൾ ഈ വേറെ ഫോമിൽ വന്ന് കിടക്കുന്ന ഈ ഫോണ് കാണുമ്പം എനിക്ക് ആ മണി ഫീൽ ചെയ്യാൻ പറ്റണോ? ഇത് വാങ്ങിച്ചിട്ട് 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഫോണ് അവിടെ ഇട്ട് ചാർജ് അയക്കണേക്ക് ഓഫായി ചാവാൻ കിടക്കണേ. ഈ ഫോൺ ഓഫാകാൻ കിടക്കുമ്പോൾ തന്നെ പരിചരിക്കുന്നില്ല, മറന്നുപോയി. അപ്പോൾ പണം തന്നെ ചിന്തിക്കണത്, പണം വേറൊരു ഫോമിലേക്ക് ഇതായി മാറിയപ്പം ഇതിനെ ശരിയായ രീതിയിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ നന്ദിയില്ലാത്തവരാണ്. എനർജിയാണ് ഇതിലേക്ക് എടുക്കുന്നത് എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ എൻ്റെ ലാപ്ടോപ്പിലാണ് സെഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാനിതിന് എൻ്റെ ലാപ്ടോപ്പ് വാങ്ങിക്കുന്ന സമയത്തുള്ള ആകാംക്ഷ എന്തായിരുന്നു, ആശ്ചര്യം എന്തായിരുന്നു, അതേ ആശ്ചര്യം എനിക്ക് ഇപ്പോഴും ഉണ്ടോ? ചില ആൾക്കാരുണ്ട്, അവർക്ക് ചില ഗാഡ്ജറ്റ്സ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് അതുമായിട്ട് ഭയങ്കര ഒരു ആത്മബന്ധം വരും. അത് ഗ്രാറ്റിറ്റ്യൂഡാണ്. അതിങ്ങനെ കൊണ്ടുനടക്കും, അതിലേക്കിങ്ങനെ പരിചരിച്ചുകൊണ്ടിരിക്കും, അതൊരു ആത്മബന്ധമാണ്. അതുപോലെ നമ്മൾ ധരിക്കുന്ന വസ്ത്രം ആണെങ്കിൽ പോലും അതൊക്കെ മണി വന്ന് മാറിയത്. അപ്പോൾ ഇതിൽ എനിക്ക് മണിയെ കാണാൻ പറ്റണം, എൻ്റെ മണി, എൻ്റെ സമ്പത്തെന്ന എനർജി എൻ്റെ വസ്ത്രമായിട്ട് മാറി, മണിയാണ് ഈ കിടക്കുന്നത് എന്ന് ഫീൽ ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ കെട്ടിക്കിടക്കും, ക്ലിയറൻസ് നടത്താതെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ ചെക്ക് ഇങ്ങനെ സൈൻ ചെയ്ത് വിടണം. അപ്പോൾ സൈൻ ചെയ്ത് വിടാത്ത സാധനങ്ങൾ തന്നെ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ പുതിയത് സൈൻ ചെയ്യാനുള്ള ലെറ്റേഴ്സ് വരില്ല. അപ്പോൾ നമ്മളിലേക്ക് പുതിയ അബണ്ടൻസ് വരാതിരിക്കാനുള്ള കാര്യം ഉള്ളതിന് നമ്മളിങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ സൈൻ ചെയ്ത് വിടണം. ആ പേപ്പർ വർക്ക് ഇങ്ങനെ തീരുമ്പോൾ അടുത്തെങ്ങനെ വരും. അപ്പം നമ്മൾ പറയുന്നത് തിരുമ്പം പണി തന്നോളൂ, ഞാൻ ഭൂതമാകാൻ തയ്യാറാന്ന് പറയും. കാരണം എന്താ, തിരുമ്പം നന്ദി പറയാനുള്ള സാധനം വന്നുകൊണ്ടിരിക്കുകയല്ലേ. അതേ സമയത്ത് തിരുമ്പം എനിക്കൊന്നും വേണ്ട, കാരണം എന്താ, ഇതന്നെ നന്ദി പറഞ്ഞ് എനിക്ക് തീർക്കാൻ പറ്റില്ല, എന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഒന്നും വരൂല, കെട്ടിക്കിടക്കാണ്. ഊർജ്ജം ഫ്ലോ ചെയ്യാനുള്ളതാണ്. അപ്പം നമ്മളുടെ മണി മറ്റുള്ള സംഭവങ്ങളായി മാറിയ പലതുണ്ട്. നമ്മളിരിക്കുന്ന വീടും അവിടുത്തെ ഫാനും അവിടുത്തെ ബെഡും അവിടുത്തെ ചെയറും നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡിവൈസും ഇതൊക്കെ മണിയാണ്. ഇതൊക്കെ ആ എനർജി വേറെ ഫോമിലേക്ക് മാറിയത് അതുള്ളത് കൊണ്ട് മാത്രം സംഭവിച്ചാൽ. എൻ്റെ പൈസ അല്ലല്ലോ, എൻ്റെ ബാപ്പൻ്റെ പൈസ അല്ലെന്ന് വെച്ചാൽ അതും മണി തന്നെയാണ്. എൻ്റേത്, ബാപ്പൻ്റേത്, വീട്ടുകാരത്, നാട്ടുകാരത് എന്നുള്ളത് അത് മണി തന്നെയാണ്. നിങ്ങൾ റോഡിലൂടെ പോകുമ്പോൾ മണിയാണ് നിങ്ങൾക്ക് ടാറായിട്ട് ഇങ്ങനെ കിടന്നു ഓടിച്ചോളൂ, ചവിട്ടിക്കോളൂ, മെതച്ചോളൂ, ഉരുണ്ട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞത്. അതും ഗവൺമെൻറ്റിൻ്റെതാണെന്ന് പറഞ്ഞാലും ആക്ച്വലി ഇറ്റ് ഈസ് മണി. അപ്പോൾ ഇതിനെ ക്ലെയിം ചെയ്യുക. അതിനാ പറഞ്ഞത്, ഭൂമിയിലൂടെ അഹങ്കാരികളല്ലാതെ വിനയത്തോടു കൂടി നടക്കുക. ആ വിനയം എങ്ങനെ കൂടി ഉണ്ടാവും? ഇതൊക്കെ അബണ്ടൻസിൻ്റെ ഭാഗമാണ് എന്നുള്ളത് ബോധത്തോടു കൂടി നടക്കുമ്പോൾ നമ്മളതിനെ ക്ലെയിം ചെയ്യുക. നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് നടക്കുകയാണ് ഈ ഭൂമിയിലൂടെ. അപ്പോൾ അതിൽ സ്പിരിച്വൽ സൈക്കോളജിസ്റ്റുകൾ പറയാറുണ്ട്, നിങ്ങൾ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ ഓരോ കാൽവെപ്പുകളും ഓരോ ഫുട് പ്രിൻറ്റുകളും ഇവിടെ എനർജി കൊടുക്കുന്നുണ്ട്, എനർജി റിലീസ് ചെയ്യുന്നുണ്ടെന്നുള്ള ബോധത്തോടു കൂടി നടക്കുക. അപ്പോൾ നിങ്ങൾ വെപ്രാളത്തിൽ നടക്കൂല. വെപ്രാളത്തിൽ നടക്കാതെ നിങ്ങൾ വെപ്രാളത്തിൽ നടക്കുമ്പോൾ എല്ലായിടത്തും ആങ്സൈറ്റിയാണ് പരത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വിളിക്കുത്തരം എന്നോണം നിങ്ങൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണെങ്കിൽ പോലും ഓടിച്ചാടി കതച്ചു പോകരുതെന്ന്. പതിയെ, തിരക്കൂട്ടാതെ പതിയെ വെപ്രാളം ഒഴിവാക്കുക എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഓരോ ചലനവും ഇവിടെ എനർജി റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നടക്കുന്ന സമയത്തും ഇരിക്കുന്ന സമയത്തൊക്കെ കോൺഷ്യസ് ആവുക, അതാണ് മൈൻഡ്ഫുൾ ആവുക, ഗ്രേറ്റ്ഫുൾ ആവുന്നതാണ്. ഇതായി കഴിഞ്ഞാൽ അബണ്ടൻസ് ഇങ്ങനെ വരും. കാരണം എന്താ, ആരാണോ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ കോരിച്ചൊരിഞ്ഞ് ഇങ്ങനെ ഹമ്പിളായിട്ട് പോകുന്നത് അവരിലേക്ക് അതിങ്ങനെ പിറകെ വന്നുകൊണ്ടിരിക്കുന്നതാണ്.
അതവരെ പിറകെ ആക്ച്വലി വന്നുകൊണ്ടിരിക്കും. ഇതാണ് സ്പിരിച്വൽ സീക്രട്സ് ഓഫ് മേക്കിംഗ് ദ വെൽത്ത് എന്ന് പറഞ്ഞതിൽ, അട്രാക്റ്റിംഗ് ദ വെൽത്ത് എന്ന് പറയുന്നതിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള മെൻ്റൽ സ്റ്റേറ്റും ഇമോഷണൽ സ്റ്റേറ്റും എനർജി അവയർനെസ്സും ആക്കിയിട്ട് ഇത് ഇവിടെ പറയുന്ന കുറച്ച് സമയത്ത് നിലനിർത്താനല്ല, ഇതിനെ തുടർച്ചയായിട്ട് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ അത്ഭുതം എന്നോണം മണി വരും. യു ക്യാൻ സീ ദാറ്റ്. അത് വരാമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ കണ്ണുറക്കുമ്പോൾ പൊട്ടിപ്പൊളിങ്ങിട്ട് വീളായിരിക്കില്ല മുകളിലൂടെ, ഹായ് വന്നല്ലോ, അങ്ങനെയല്ല. നിങ്ങൾ അതിൻ്റെ എനർജിയിലേക്ക് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സും ശരീരം നിങ്ങളെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല. കാരണം മണി റിസീവ് ചെയ്യാനുള്ള, വെൽത്ത് റിസീവ് ചെയ്യാനുള്ള എനർജി സെറ്റായിരിക്കുക. ആ എനർജി ഒരു അങ്ങ് കൊടുക്കും, ഒരു പുഷ് അങ്ങ് കൊടുക്കും. ആ പുഷിൽ നിന്ന് നമ്മൾ പുതിയ എന്തെങ്കിലും തീരുമാനം എടുക്കും. ഇനി എടുക്കാൻ തയ്യാറാവാണ്ട നിങ്ങൾ നിൽക്കണമെങ്കിൽ എനർജിയുടെ പുഷ് കൂടിക്കഴിഞ്ഞാൽ ഈ വെള്ളം ഉണ്ടല്ലോ, കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ വന്ന് നമ്മൾ അവിടെ വെക്കും, ഒരു ഫോഴ്സോട് കൂടി വെള്ളം വന്ന് പോകൂലടാ ഞാൻ പറഞ്ഞാൽ എടുത്തങ്ങ് കൊണ്ടുപോകും. ഇതേപോലെയാണ് നിങ്ങളുടെ ജീവിതം മാറാൻ, നിങ്ങളിലേക്ക് അബണ്ടൻസ് വരാൻ തയ്യാറായിട്ട് നിങ്ങൾ റെഡി ആവാൻ എടുക്കുകയാണെങ്കിൽ അബണ്ടൻസിൻ്റെ എനർജി എടുത്ത് നിങ്ങൾ എറിയും. അപ്പോൾ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കും, ഇവിടുന്ന് ഓടിച്ചാളും രക്ഷപ്പെടാൻ. എന്നിട്ട് പറയും അന്ന് ആ പ്രശ്നം ഉണ്ടായത് നന്നായി, അതുകൊണ്ട് ഇപ്പം ഞാൻ അഴകിയ രാവണനായി നാട്ടിലേക്ക് തിരിച്ചു വരല്ലേ. അപ്പം ഏതെങ്കിലുമൊക്കെ പെൺപിള്ളേരെ വിവാഹം ചെയ്ത് രക്ഷിക്കണം എന്നൊക്കെ കരുതിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി അങ്ങനെ ഡിസ്ക്ലൈമർ ഇട്ട് പറയുകയാണ്, ഇനി അത് പറയണ്ട, ഇവിടെ വിവാഹം ചെയ്ത് പെൺകുട്ടികളെ വളച്ച് രക്ഷിക്കാൻ കൈഡ് പറഞ്ഞു, അങ്ങനെ ഉണ്ടാക്കണ്ട. ഞാൻ പറഞ്ഞത് ഏതെങ്കിലുമൊക്കെ പെൺപിള്ളേരൊക്കെ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ബാപ്പ കെട്ടിച്ച് തരണമെങ്കിൽ അത്യാവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ വേണം, അപ്പേ തരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെറുതെ സ്വപ്നം കണ്ട് നടക്കുന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി നമ്മൾ തുറന്ന മനസ്സോടുകൂടി പ്രവർത്തിച്ചാൽ പെട്ടെന്ന് സെറ്റിൽഡ് ആവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് സംഭവിക്കും, ആദ്യം പോലെ ഓളാവും, ആദ്യം തേക്കും. കാരണം അപ്പോഴേ നിങ്ങൾ ഹൃദയം ബ്രേക്ക് ചെയ്യുള്ളൂ, ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, പണിയെടുക്കുള്ളൂ. അറ്റ്ലീസ്റ്റ് ഇനി എനിക്ക് വേറെ ഒന്നും നോക്കാനില്ല എന്ന് പറയുമ്പോൾ മാറുള്ളൂ. അപ്പോൾ അങ്ങനെ ചില സമൂഹത്തിന് ഗുണം ചെയ്യുന്ന പെൺപിള്ളേർ ആൺപിള്ളേരൊക്കെ ഉണ്ട്. ബ്രേക്കപ്പിന് ശേഷം രക്ഷപ്പെട്ട കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ദൈവദൂതന്മാരെ പോലെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ബ്രേക്കപ്പ് ചെയ്തു പോവുക. അപ്പോൾ ഏതെങ്കിലും ഒരുത്തനെ തേക്കണം എന്ന് തോന്നിയവർക്ക് ഇങ്ങനെ സമാധാനിക്കുക, ഞാൻ തേച്ചാലേ അവൻ രക്ഷപ്പെടുള്ളൂ, ഇനി എനിക്ക് അങ്ങനെ ചെയ്യാലോ എന്തെങ്കിലും കരുതി സമാധാനിക്കാം. സിംപ്ലി പറഞ്ഞാൽ പണി വരും. എപ്പോൾ, എങ്ങനെ പണി വരും? നിങ്ങളുടെ എനർജി അലൈൻഡ് ആയിട്ട് നിങ്ങൾ അതിൽ ആക്ഷൻ എടുക്കാനോ അതിനെ ഓപ്പറേറ്റ് ചെയ്യാനോ തയ്യാറാവാതിരിക്കുക. പക്ഷേ യു ഹാവ് ആസ്ക്ഡ് ഫോർ സംതിങ് ബിഗ്. നിങ്ങൾ കുറച്ച് വലിയ കാര്യം മുകളിലോട്ട് ചോദിച്ചിട്ടുണ്ട്, അത് വരാൻ നിങ്ങളിപ്പോഴത്തെ സാഹചര്യങ്ങൾക്കൊന്നും ഒരു ഓപ്ഷനും ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം എപ്പോഴും നല്ല ഫോമിൽ ഇങ്ങനെ വരൂ, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തരാം, രക്ഷപ്പെട്ടോളൂ കുഞ്ഞാടെ, അങ്ങനെയല്ല. അപ്പോൾ അതിന് തുറന്ന മനസ്സൊക്കെ ആയിരുന്നിട്ടാണെങ്കിൽ പണി ഇല്ലാതെ നമുക്ക് പോവാം. എനിവേ, എനർജി അലൈൻഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നിൽ ഒരു സാധ്യത ഇല്ലെങ്കിൽ എവിടെയാണോ സാധ്യത ഉള്ളത് അവിടേക്ക് നിങ്ങൾ എടുത്തു കൊണ്ടുവെക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഓപ്പറേഷൻ സ്പിരിച്വലി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതുകൂടി മനസ്സിലാക്കുക, ഈ രീതിയിലൊക്കെ നിങ്ങളും ചിന്തിക്കുക, വരുന്ന തലമുറക്ക് അതുപോലെ ചിന്തിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, ചുറ്റിലുള്ള അബണ്ടൻസിനെ എപ്പോഴും ക്ലെയിം ചെയ്യുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഈ ഓഫീസിൽ നമ്മൾ വന്നിട്ട് 2 വർഷമായി, ഞാൻ ഇപ്പോഴും ഈ ഓഫീസിൽ കയറുമ്പോഴും ഇരിക്കുമ്പോഴും ഇതൊക്കെ ആക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടന്നിട്ടൊക്കെ ഞാനിങ്ങനെ ഇപ്പോഴും എൻ്റെ ഓഫീസിൻ്റെ റിസപ്ഷൻ അവിടെയൊക്കെ പോയിട്ട് ആ ഫ്രഷ്നെസ് ഒന്നുകൂടി ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. ആ ഇനോഗ്രൽ പീരീഡിൽ ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. ഓരോ ഇടങ്ങളിൽ എൻ്റെ ക്യാബിനിൽ പോയാലും എൻ്റെ ചെയറിലിരിക്കുമ്പോൾ ഒക്കെ അതില്ലാത്ത സമയവും അതുള്ള സമയം നമ്മളിങ്ങനെ മനസ്സിലാക്കി അത് ഫീൽ ചെയ്ത് അങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കും. അത് ഭയങ്കര രസമാണ്. ഇറ്റ് ബ്രിങ്സ് മോർ അബണ്ടൻസ് എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. നമ്മൾ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്, നമ്മളിപ്പോൾ ഉള്ള അബണ്ടൻസിനോട് പ്രൂവ് ചെയ്യേണ്ടത് ഇതൊക്കെ മടുത്ത് ഇനി ഫോണൊന്ന് മാറ്റാം എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് പൂതി തീർന്നിട്ടില്ല, അത്രയും നല്ലൊരു ഫോണാണ് എന്ന് കരുതുമ്പോൾ എനിക്ക് അടുത്തൊരു ഫോൺ കൂടി വരുന്നു. അപ്പോൾ നമുക്ക് അടുത്തത് റിസീവ് ചെയ്യണോ വാങ്ങണം, പക്ഷേ ഇത് എങ്ങനെ കൊടുക്കുക എന്നൊരു സംഭവം. ഇപ്പോൾ ഐഫോൺ പുതിയ മോഡൽ വന്ന് എടുക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ ഇത് ഉപയോഗിച്ചിട്ട് പൂതി തീർന്നില്ലല്ലോ, അങ്ങനെയൊക്കെ ഇതിപ്പോൾ കുറേ ആയാലും പോട്ടെ അടുത്തത് എടുക്കാം, അങ്ങനെ ചിന്തിക്കുകയാണ് അബണ്ടൻസ് എന്തായി പോവാം, ലോക്കായി പോവാന്നുള്ളതാണ്. അതങ്ങനെ കിടക്കാം. സോ ദാറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗ്രാറ്റിറ്റ്യൂഡ്. സോ നമ്മളിൽ എന്തുണ്ടോ അങ്ങനെ നമ്മൾ ഓഡിറ്റ് ചെയ്താൽ, ഞാൻ ഇതിന് മുന്നേ ഒക്കെ എടുത്ത വെൽത്ത് സെഷനിൽ പറഞ്ഞുള്ള ഒരു പരിപാടിയാണ്, നിങ്ങൾക്കൊന്നുമില്ല എന്ന് തോന്നുമ്പോൾ നിങ്ങളെ ചുറ്റിലുള്ള സാധനങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ട് അതിന് പൈസൻ്റെ മൂല്യം ഇട്ടൊക്കെ എത്ര ഉണ്ടെന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എത്ര സമ്പന്നനാണ്, നിങ്ങളുടെ വീട്ടിൻ്റെ സ്ഥലത്തിന് ഇപ്പോൾ എത്ര വില ഉണ്ട്, ഓക്കെ, നിങ്ങളുടെ വീടിന് വെച്ച കല്ലുകൾ എത്ര കല്ലുകളുണ്ട്, ഈ ഓരോ കല്ലിന് എത്ര രൂപയുണ്ട്, ഇങ്ങനെ എഴുതി പോയാൽ തീരൂല. ഞാനിട്ട് എൻ്റെ കബേർഡ് ഒന്ന് തുറന്ന് നോക്കുക, അല്ലെങ്കിൽ വാർഡ്രോബ് ഒന്ന് തുറന്നു, എന്നിട്ട് ഇതിൽ എത്ര ഡ്രസ്സ് ഉണ്ട്, ഇതിനൊക്കെ എത്രയൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ വാങ്ങിച്ചത്, എത്ര ചെരുപ്പുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ലിസ്റ്റ് ഇട്ട് നോക്കാം. അങ്ങനെ ഇട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഭയങ്കര അബണ്ടൻ്റാണ്, ലിസ്റ്റ് തീരൂല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒറ്റ മണി എന്ന ഒറ്റ എനർജി എന്തൊക്കെയായിട്ടാണ് മാറിയിരിക്കുന്നത്, എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും സംഭവങ്ങളായിട്ട് മാറി ഞാൻ അറിഞ്ഞില്ലല്ലോ. അത്തരത്തിലൊരു മാജിക്കാണ് വെൽത്ത് എന്ന് പറഞ്ഞാൽ. അങ്ങനെ മനസ്സിലാക്കിയാൽ നമുക്ക് എപ്പോഴും അബണ്ടൻസ് ഫീലിങ്ങോട് കൂടി ജീവിക്കാൻ പറ്റും. അവരിലേക്ക് കൂടുതൽ അബണ്ടൻസ് വരും. കാരണം അപ്പുറത്തുള്ളവൻ്റെ സമ്പത്ത് പോലെ ആഗ്രഹിക്കുക അടുത്ത വീട്ടിലെ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതിയായിരുന്നു എന്ന് അങ്ങനെ തോന്നണം. അടുത്ത വീട്ടിലെ കുട്ടി നമ്മളെ വീട്ടിൽ വരുമ്പോഴല്ലേ
നമ്മളെ കണ്ടിട്ട് അവിടുത്തെ വീട്ടിൽ പോയിട്ട് ഉമ്മനോട് പറയും എനിക്ക് ആ വീട്ടിൽ നിന്നാൽ മതിയെന്ന്. അത് പറയാനുള്ള കാരണം നമ്മളെ വീട്ടിൽ വരുമ്പോൾ ഗ്ലാസ് പൊട്ടിച്ചാൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന രീതി അങ്ങനെയാണ്. ആ കുട്ടി നമ്മളെ വീട്ടിൽ നിന്ന് ഗ്ലാസ് പൊട്ടിച്ചപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? സാരല്ലേ മോളെ, അതൊക്കെ പറ്റില്ല, മോള് പേടിക്കേണ്ട കേട്ടോന്നാ. അപ്പോൾ ഈ കുട്ടി ചിന്തിക്കും എൻ്റെ വീട്ടിൽ നിന്നെങ്ങാനും ഞാൻ ഗ്ലാസ് പൊട്ടിച്ചാൽ എൻ്റെ അമ്മ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാം, ഈ വീട്ടിൽ നിന്നാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കും. അപ്പോൾ അങ്ങനെ ആയിരിക്കണം നമ്മൾ അതിനെന്ത് ചെയ്യേണ്ടത്, നോക്കി കാണേണ്ടത് എന്നുള്ളതാണ്. സോ ഹൗ യു ലുക്ക് അറ്റ് ദ തിങ്സ്, ഹൗ യു ട്രീറ്റ് ദ തിങ്സ് മാറ്റേഴ്സ്. അപ്പോൾ വളരെ ഹമ്പിളായിട്ട് ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി അബണ്ടൻസോട് കൂടിയിട്ട് അപ്പോൾ എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് വീക്കിൽ ഡിസ്കസ് ചെയ്യാം. വരുന്ന 20th നമ്മൾ റൂമി നൈറ്റ്, ലാസ്റ്റ് റൂമി നൈറ്റ് സ്ട്രീം ചെയ്തപ്പം GT ഉണ്ടാകുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു. വളരെ സന്തോഷം. ഒരുപാട് നിങ്ങളുടെ ഫീഡ്ബാക്കുകളും റിവ്യൂസും കേട്ടും അത് അതിലേറെ സന്തോഷമായിരുന്നതാണ്. അപ്പോൾ റൂമി നൈറ്റ് കോണ്ടന്റുകളൊക്കെ വളരെ റെയറായിട്ട് നമ്മൾ സ്ട്രീം ചെയ്യാറുള്ളത്. കാരണം അത് അത്രക്കും ഡെപ്തിലുള്ള വളരെ ക്ലോസ്ഡ് ആയിട്ട് തന്നെ ചെയ്യുന്ന കുറച്ച് പ്രോഗ്രാംസ് ആണ്. അപ്പോൾ അടുത്ത റൂമി നൈറ്റ് എല്ലാ മാസത്തിലും നടത്തുന്ന റൂമി നൈറ്റ് അല്ല, റൂമി നൈറ്റാണ് മാറിപ്പോയത്. ഈ 20th വരുന്നത്. അപ്പോൾ നമ്മളെ കോച്ചസും ഉണ്ട്. കോച്ചസിൻ്റെ സബ്മിറ്റ് നടക്കുന്ന പീരീഡ് ആയതുകൊണ്ട് നമ്മൾ കുറേ കോച്ചസും അവരോടൊപ്പം ഒന്നിച്ചിട്ടുള്ള റൂമി നൈറ്റാണ്. അതുകൊണ്ട് പബ്ലിക്കിൽ ഒരുപാട് പേർക്ക് സ്പേസ് കൊടുക്കാൻ പറ്റില്ല. കാരണം കോച്ചസിന് അത്യാവശ്യം ഉണ്ട് രജിസ്റ്റർ ചെയ്തവരെ. അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ നന്നാവും. കഴിഞ്ഞ മാസം നമ്മൾ റൂമി നൈറ്റ് ചെയ്യുമ്പോൾ വന്നൊരു ബുദ്ധിമുട്ട്, ലാസ്റ്റ് മിനിറ്റിലേക്ക് ഒരു ദിവസം മുന്നേയൊക്കെ നിങ്ങൾ കൺഫർമേഷൻ പറയാം, നമുക്ക് അവിടെ ഹോട്ടലിൽ സ്പേസ് പറയണം, പുറത്ത് വെച്ച് ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത് ഹോള് ബുക്ക് ചെയ്യണ ഒരാഴ്ച മുന്നേ ബുക്കൊക്കെ ചെയ്യണം. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഡെസിഷൻ എടുക്കണ മുന്നേ വരുന്ന സാറ്റർഡേ ആയതുകൊണ്ട് ഈ ഇന്നോ നാളെ ആയിട്ട് തന്നെ തീരുമാനം എടുത്ത് വരുന്നവരുണ്ടെങ്കിൽ മെൻറ്റേഴ്സിനെ അറിയിച്ചാൽ നന്നായിരിക്കും. ഈവനിങ് 4:30 മുതൽ നൈറ്റ് ഒരു 9-9:30 വരെ വരുന്ന പ്രോഗ്രാമാണ്. സാറ്റർഡേസ് വെക്കേണ്ട തന്നെ സൺഡേ ഫ്രീ ആയതുകൊണ്ട് യാത്ര ഒന്നും ബുദ്ധിമുട്ടാകണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ആർക്കെങ്കിലും കഴിഞ്ഞ സ്ട്രീമിൽ കണ്ട റൂമിനേറ്റിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിൽ എക്സ്പ്ലോർ ചെയ്യണം താല്പര്യം വരാം. ഈ മന്തിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ അതിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോഫറ്റിക് ലൈറ്റ് ബേസ് ചെയ്തിട്ടുള്ള പ്രോഫറ്റിക് ഹീലിംഗ് ബേസ് ചെയ്തിട്ടുള്ള ഡിസ്കഷനാണ്. ഒരു യൂണിവേഴ്സൽ ഡിസ്കഷനാണ്. എനിവൺ ക്യാൻ കം. എങ്ങനെയാണ് പ്രോഫറ്റിക് മോഡൽ ഓഫ് ഹീലിംഗും പ്രോഫറ്റിക് മോഡൽ ഓഫ് അലൈനിങ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതുവരെ റൂമി ഷംസ് എന്നുള്ള ബേസിലാണ് പറഞ്ഞില്ല. അതിൻ്റെ സോഴ്സ് കണക്ട് ചെയ്തിട്ടുള്ള ഡിസ്കഷൻസ് ആയിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ മുന്നേ രജിസ്റ്റർ ചെയ്ത് വന്നാൽ നന്നായിരിക്കും. ലാസ്റ്റ് മിനിറ്റിലേക്ക് എന്തായാലും രജിസ്ട്രേഷൻ ഉണ്ടാവില്ല. കാലിക്കറ്റ് വെച്ചിട്ട് തന്നെ ഉണ്ടാവില്ല, ടൗണിൽ തന്നെ ആയിരിക്കും. വളരെ ക്ലോസ് ടു ദ റെയിൽവേ സ്റ്റേഷൻ, ആക്സസിങ് ഒക്കെ അടുത്തായിട്ടുള്ള സ്ഥലത്ത് തന്നെ ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ കണക്ട് ചെയ്യുന്ന മെൻറ്ററിനോട് പറഞ്ഞാൽ ദേ വിൽ ഗിവ് യു ദ ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പം ഇനി അടുത്ത് പെട്ടെന്ന് കാണാൻ, നമുക്ക് നേരിൽ കാണാനൊരു അവസരം ഉണ്ടെങ്കിൽ അത് റൂമി നൈറ്റാണ്. പലരും ചോദിച്ചിരുന്നു ലൈവ് സ്ട്രീം കിട്ടുമോ എബ്രോഡിലുള്ളവർക്കെന്ന്. റൂമി നൈറ്റ് നമുക്ക് ഒന്നാമത്തെ നെറ്റ്വർക്ക് ക്വാളിറ്റി ഒരു വിഷയമാണ്. പിന്നെ അതിനൊരു ലൈവ് സ്ട്രീമിൻ്റെ ഇഫക്റ്റിൽ എടുക്കേണ്ട ഒരു സംഭവമല്ല. അതിനപ്പുറത്തേക്ക് അതൊരു ഡയറക്റ്റ് എൻഗേജിങ് ആണ്. അതിൽ സംഭവിക്കേണ്ട കുറേ കാര്യം, അതൊരു ഡയറക്റ്റ് എക്സ്പീരിയൻസ്, ഒരു എനർജി എക്സ്പീരിയൻസ് ആയതോടുകൂടിയാണ്. ഫ്യൂച്ചറിൽ എവിടെയെങ്കിലും പോസിബിലിറ്റി ഉണ്ടെങ്കിൽ വിൽ ബി ട്രൈങ് ടു ഗെറ്റിംഗ് ഇൻ ടു ദ ലൈവ് സ്ട്രീം മോഡ്. എന്തായാലും പറ്റുന്നവരൊക്കെ വരാം. പിന്നെ ഒരിക്കൽ ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പ്രോഗ്രാമേ അല്ല റൂമി നൈറ്റ് എന്ന് പറഞ്ഞാൽ. ഒരു ടോപ്പിക് ഡിസ്കഷൻ ഒന്നല്ല, ഓരോ സമയത്ത് നമ്മൾ വേറെ വേറെ തലങ്ങളിലേക്ക് പോകാന്നുള്ള അതൊരു നമ്മളെ നാച്ചുറലി കീപ്പ് ചെയ്തിട്ട് നമ്മളെ നാച്ചുറലി അലൈൻ ചെയ്യിപ്പിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിലൊരിക്കലും ഞാൻ ഒരു റൂമി നൈറ്റ് ചെയ്തതാണ് ഇനി അടുത്ത പ്രോഗ്രാം, അങ്ങനെ പ്രോഗ്രാമുകൾ അതും ഇതും കമ്പയർ ചെയ്യുന്നത് പോലെ ചെയ്യാനുള്ള ഒരു പരിപാടി അല്ല റൂമി നൈറ്റ് എന്ന് പറഞ്ഞാൽ. അത് ആക്ച്വലി ഇറ്റ്സ് എ ഫ്ലോ എന്നുള്ളതാണ്. അതൊരു എക്സ്പീരിയൻഷ്യൽ ജേണിയാണ് എന്നുള്ളതാണ്, ഒരു സോൾ ജേണിയാണെന്നുള്ളത്. അപ്പോൾ അതിനെ അങ്ങനെ കാണണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ കാണാം കേട്ടോ. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്, ബൈ.